അപ്പൊ എങ്ങനെ കുട്ടച്ച? നീ ഒന്ന് വീട്ടിൽ പോയിട്ട് ഫ്രഷ് ആയിട്ട് വന്നാൽ മതി, ഞാൻ എത്തിക്കോളാം. ആയിക്കോട്ടെ. ജപ്പാൻകുട്ടി പെട്ടെന്ന് ചായ എടുത്തോ. എന്നാ കുട്ടച്ച ഇത്ര വെപ്രാളം? വെപ്രാളോ? എനിക്കോ? തന്റെ വാർഡിൽ എന്ത് പറ്റിയടോ? എന്ത് പറ്റാൻ? 144 വോട്ടിന് അരുണഗിരി ജയിച്ചു. ഷടേ, എന്നാലും 10-15 കൊല്ലം മെമ്പറായിരുന്ന കുട്ടച്ചൻ ഇത്തവണ തോറ്റു എന്ന് പറഞ്ഞാ ആര് പറഞ്ഞു ഞാൻ തോറ്റെന്ന്? എടോ, ജനമനസ്സിൽ ഇപ്പോഴും കുട്ടച്ചന് സ്ഥാനമുണ്ട്. ഓ, അങ്ങനെ പറഞ്ഞ് സമാധാനിക്കാം. എടോ, ഈ അരുണഗിരി എന്താ ഒലത്താൻ പോകുന്നതെന്ന് ഈ നാട്ടുകാർക്കറിയാം. അവസാനം വഞ്ചി തിരുനക്കര തന്നെ എത്തും. എന്ന് വെച്ചാ എന്റെ വാർഡിലെ ഏത് പ്രശ്നവും ഒടുവിൽ എന്റെ മുന്നിലെത്തും. ജപ്പാനെ, നീ കണ്ടോ? അങ്ങനെ ഏതായാലും പുതിയ പ്രസിഡന്റ് ഭരണം കലക്കുമെന്നാ എന്റെ അഭിപ്രായം. കോച്ചെ, കലക്കുമെന്നല്ലടോ, കലങ്ങുമെന്ന. ഈ നാട് മുഴുവൻ അവന്റെ ഭരണത്തിൽ കലങ്ങും. അങ്ങനെ കലങ്ങിയാലും പിന്നെ തെളിഞ്ഞോളും കുട്ടച്ച. ഓ, മെമ്പർ ജാനമ്മ ഇവിടെ ഉണ്ടായിരുന്നോ? സ്വീകരണത്തിന് പോയില്ലേ? പോണം, അങ്ങോട്ടേക്ക് ഇറങ്ങിയതാ. എന്നാ ഞാനും വരാം. അതിന് താനിപ്പോ മെമ്പർ അല്ലല്ലോ. ജനസേവനത്തിന് മെമ്പർ ആവണോന്നില്ലടോ. അങ്ങനെയാണോ? 5-6 മാസത്തിനകം ഈ ഭരണം വീണ പിന്നെ ഞങ്ങളല്ലേ ഭരിക്കേണ്ടത്. അതെ അതെ. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരെ. അതെടുത്ത് നീ പിന്നെ അടപ്പത്ത് വെച്ചു. നിങ്ങൾ അവിടെ ഇരുന്നു. നിങ്ങളോട് ആരാ പറഞ്ഞു? കുട്ടച്ചനോട്. ഇത്തവണ ഗജേന്ദ്രക്കുറുപ്പിന്റെ ഒരു അഭ്യാസം ഇവിടെ വില പോവില്ല ഓ, കുട്ടച്ച. നമുക്ക് കാണാം. ജാനമ്മയുടെ രക്ഷപ്പെട്ടു. ധനുരാശി, മൂലം പൂരാടം ഉത്രാടം കാൽ. ഈ രാശിയിൽ ജനിച്ചവർക്ക് ഈ ആഴ്ച പല ദോഷഫലങ്ങളും അനുഭവപ്പെട്ടേക്കാം. ധനനഷ്ടം, മാനഹാനി, ആശുപത്രിവാസം, നാൽക്കാലികൾ, ഇരുചക്ര വാഹനങ്ങൾ, പല അപകടങ്ങളും ഈ നക്ഷത്രക്കാർക്ക് വന്നു ഭവിക്കാൻ ഇടയുണ്ട്. അതിനാൽ അതൊക്കെ അങ്ങേരുടെ കൂടപ്പിറപ്പല്ലേ. എടാ പുരുഷോ, നീ ആ സിറിഞ്ചിൽ ഒരു 150 ml എൻഡോ ഫോളിക്കോളും കൂടെ എടുത്തോ. എന്തിനാ? ഇവൾക്കൊരു ഇഞ്ചക്ഷൻ കൂടി കൊടുത്തേക്കാം. ഇപ്പൊ തന്നെ വേണോ? ഞാൻ പറയുന്നത് നീ കേട്ടാ മതി കേട്ടോ. അതെ, ഈ ഇഞ്ചക്ഷൻ എടുക്കുമ്പോ ഇവൾക്ക് ചവിട്ടുന്ന ശീലമുണ്ട്, അതുകൊണ്ട് നീ തന്നെ കുത്തിവെക്ക. ഞാനോ? ഞാൻ കമ്പൗണ്ടറാ. ഡോക്ടർ കുത്തിവെച്ചാ മതി. അതെ, പിടി പിടി. ഇത് ചിലപ്പോ ഒരു കാര്യം ചെയ്ത് നീ ആ മൂക്ക് കയറി പിടിക്കോ. പിടിക്കും. മൂക്കറി പിടിക്കാം. മോനെ, മനസ്സിൽ മറ്റൊരു ലഡു പൊട്ടി. അങ്ങേരുടെ പ്രവചനം ഫലിച്ചോ? എന്റെ ഈശ്വരാ! അയ്യോ കണ്ണീരാശ. എന്തൊരു ശബ്ദം കേട്ടത്? അന്ത പൊറുക്കി ഗോവർദ്ധനം കടന്ന് അലറിടാൻ അറിവ് കെട്ട മുണ്ടം. ആരോടെങ്കിലും ചെന്ന് നോക്കാൻ പറയാമേ. അതവിടെ നിക്കട്ടെ, നീ പോവാൻ നോക്ക്, സമയം പോകുന്നു. പൊന്നിന്റെ പൊന്നി. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ആദ്യത്തെ മീറ്റിംഗ് അല്ലേ, താമസിച്ച മോശാവും. അതും പോരാഞ്ഞ് പ്രതിപക്ഷത്ത് ആ മാടഞ്ചേരി കുറിപ്പും. പോയിട്ട് വാക്കണ്ണ. നമസ്കാരം. നമസ്കാരം. നീ ഇവിടെ തേങ്ങ ചുമന്ന് കണ്ട് വേഗം ഷാപ്പിച്ചല്ലോ നോക്കട കാർത്തിക. ഇതിപ്പോ കഴിയും കിരീട്ടാ. ഇന്ന് ഷാപ്പിൽ ഭയങ്കര തിരക്കായിരിക്കും. ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ മണിയപ്പാ? ഇല്ലണ്ണ, എല്ലാം കേട്ടിട്ടുണ്ട്. അത് പൂച്ചേരി കണ്ടത്തിൽ ഇറക്കിയിട്ട് നീ ഷാപ്പിൽ പോയിക്കോ. വക്കീല് കേറിയട്ടെ. ഒരു വൃത്തികെട്ട മണം. അത് തന്റെ കോട്ടിന്റെയാ. വെള്ളത്തിലാ വീടാന്നും പറഞ്ഞു കുറെ കുടിക്കുകയും ചെയ്തു. പിന്നെ മനസ്സിലായത് ചാണകക്കുഴിയെന്ന്. അയ്യോ, അളിയന് എന്ത് പറ്റി? ഇതിൽ കൂടുതൽ ഇനി എന്തോന്ന് പറ്റാൻ. എന്നാ ടാങ്കിലെങ്ങാനും കൊണ്ടുപോയിട്ട് അടച്ചു വെക്ക്. ഗോബർ ഗ്യാസ് ആയിട്ട് ഉപയോഗിക്കാം. അങ്ങോട്ട് കയറിയാ വീടും കൂടി നാട്ടിക്കണ്ട. ചാണകക്കുഴി. എന്തൊരു നാറ്റോ! ആ കുളത്തിലെങ്ങനെ പോയി കിടക്ക് ഗോവർദ്ധന. എന്നിട്ട് വേണമല്ല മീനൊക്കെ ചത്തുപോങ്ങ. നീ വേഗം കോളേജിൽ പോകാൻ നോക്ക്. അമ്മ വന്നേ. പറഞ്ഞത് കേട്ടില്ലേ? പോയി കുളിച്ചു വാ. 4-5 തവണയെങ്കിലും സോപ്പ് തേക്കണേ. ഞാൻ എങ്ങനെയാണ് ഒറ്റയ്ക്ക് എന്നാ കുളിക്കുന്നത്? ഒരു കാര്യം ചെയ്യ്, ആ പാടത്ത് നിന്ന് 3-4 പണിക്കാരെയും കൂടെ കൂട്ടിനെ വിളിച്ചോ.
എന്തിനാ മനുഷ്യൻ മോങ്ങുന്നേ? എന്റെ അണ്ണ കരയാതെ നമുക്കെല്ലാം ശരിയാക്കാം. കരഞ്ഞു പോകുമെടാ. ഇവൾക്ക് രണ്ടാമതൊരു പെൺകുഞ്ഞിനെ വേണമെന്നുള്ള ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്ത് കരഞ്ഞു പോയതാ. എന്തു പറ്റി? അതെല്ലാം ആ പശുവിന്റെ ചവിട്ട് തകർത്ത് കളഞ്ഞില്ലേ. നീ പതിയെ ശരണം വിളിച്ച് താഴെ വെക്ക്. എന്നിട്ട് എല്ലാ അവയവങ്ങളും ഉണ്ടാതൊന്ന് എണ്ണി തിട്ടപ്പെടുത്ത്. നോക്കട്ടെ. കാണുന്നില്ലല്ലോ, ഇത് എവിടെ പോയി? അമ്പലത്തിലോ മറ്റോ പോയി കാണാം. എവിടെയായിരുന്നു? എങ്ങനെയുണ്ട്? പ്രശ്നമൊന്നുമില്ല സാർ. നിങ്ങളായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കരുതാ മതി. അതെ, ഇവരും കൂടെ ഇവിടെ നിൽക്കട്ടെ. ഓക്കെ സാർ. നമസ്കാരം. നമസ്കാരം. ഞാൻ പറഞ്ഞ കാര്യം എന്തായിരുന്നു? കുട്ടച്ചൻ എന്താ ഇവിടെ? വീട്ടിലിരുന്നിട്ട് ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ല കുറുപ്പേട്ട. എന്റെ കയ്യിലിരുന്ന കാശ് കുറെ തൊലച്ചിട്ട് തോറ്റതും പോരാ. എന്നെ കൂടെ ഒന്ന് പറയിപ്പിക്കരുത്. ഇനി ഞാൻ എന്ത് ചെയ്യണമെന്നാ? കുട്ടച്ചൻ ഒരു പുല്ലും ചെയ്യണ്ട. ഇപ്പൊ പോയിട്ട് സന്ധ്യയാകുമ്പോ വീട്ടിലോട്ട് പോവാ. ഓ, തോറ്റ് കളസം കീറിയതും പോരാ, അതിന്റെ ഇടയിൽ പണി. എന്താടോ സ്വീകരണം ഏറ്റുവാങ്ങാൻ ആൾ ഇതുവരെ വന്നില്ല? ഓ, ഇനി പഞ്ചായത്ത് പ്രസിഡന്റാണെന്ന കാര്യം മറന്ന് അരുണഗിരി കണ്ട പാടത്തും പറമ്പത്തും കൈക്കോട്ടുകൊണ്ട് കിളക്കിയായിരുന്നു. ഈ ഗിരിയണ്ണ എവിടെ ചെന്ന് കിടക്കുന്നാവോ? നിങ്ങളൊന്ന് സമാധാനപ്പെട്, പുള്ളി ഇപ്പോഴിങ്ങെത്തും. ചേട്ടാ നിന്ന് വേറെ ഇറങ്ങി താനൊന്ന് വിളിച്ചോ കൂടെ കുരിയച്ച. ഇതിൽ ബാലൻസ് ഒന്നുമില്ല. ഞാൻ അല്പം മുമ്പ് വിളിച്ചതേ ഉള്ളൂ. ഇന്ന് വല്ലോ നടക്കുവോ? താൻ ആള് കൊള്ളാവലോടാ തങ്കപ്പ. ഉഗ്ര ഐഡിയ. അയ്യോ, എന്താ ഇത്? ഊതി തീർന്നില്ല. തൽക്കാലം ഊതിയതൊക്കെ മതി. ഇനി വേണ്ടപ്പോ പറയാം. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് നാം ഇവിടെ ഒത്തുകൂടിയതും ഈ കാണുന്ന അലങ്കാരങ്ങളൊക്കെ ഒരുക്കിയതും പുതിയതായി തെരഞ്ഞെടുത്ത പഞ്ചായത്ത് പ്രസിഡന്റിനെ ഹാർദമായി സ്വീകരിക്കാനും അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ പ്രഥമ സഭ കൂടുവാനുമായിരുന്നു. ഇയാള് കുളമാക്കും. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, നിങ്ങൾ തെരഞ്ഞെടുത്ത പ്രസിഡന്റ് ഇതേവരെ ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടില്ല. ആദ്യ സമ്മേളനത്തിന് പോലും പുല്ലുവില കൽപ്പിച്ച ഈ പ്രസിഡന്റ് എങ്ങനെ ഈ പഞ്ചായത്ത് ഭരിക്കുമെന്ന് ഓർത്ത് ഞാൻ കുണ്ഠിതപ്പെടുകയാണ്. ഇങ്ങനെ ഒരു പ്രസിഡന്റിനെ നമുക്ക് വേണോ എന്ന് നിങ്ങൾ ചിന്തിക്കും. അല്പമെങ്കിലും ആത്മാഭിമാനം അദ്ദേഹത്തിന്റെ പക്കൽ ശേഷിക്കുന്നുണ്ടെങ്കിൽ രാജി സമർപ്പിച്ച് പുറത്തു പോകണമെന്നാണ് എന്റെ വിനീതമായ അഭിപ്രായം. അയ്യോ, പ്രസിഡന്റ് പുറത്തേക്കല്ല പോയത്, പഞ്ചായത്ത് കിണറ്റിനകത്തേക്ക്. പ്രസിഡന്റ് കുഴപ്പമൊന്നുമില്ലല്ലോ. ജീവിച്ചിരിപ്പുണ്ടോ? പിടിക്കാൻ പറഞ്ഞത് അവിടെ അല്ല. ഗിരി, എന്താണ് താൻ കിണറ്റിനകത്ത്? ഒന്നുമില്ല എന്റെ ബാച്ചേട്ടാ, ഒരു പൂച്ച കിണറ്റി വീണു. ഞാൻ ഇറങ്ങി അതിനെ പുറത്തെടുത്തു. പ്രിയമുള്ളവരെ, വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ചരിത്രത്തിൽ ആദ്യമായി കിണറ്റിൽ വീണ ഒരു സാധു പൂച്ചയെ അതിലിറങ്ങി രക്ഷപ്പെടുത്തിയ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിന് നല്ലൊരു കരഘോഷം കൊടുക്കൂ പ്ലീസ്, പ്ലീസ്. അങ്ങനെ ഇറക്കി വിടൂ. എന്നാ നമുക്ക് നീങ്ങാം. എങ്ങോട്ട്? പഞ്ചായത്തിലോട്ട്. എന്തിന്? ഇങ്ങൾക്ക് തലയ്ക്ക് വെളിവില്ലേ? ആദ്യത്തെ മീറ്റിംഗ് കൂടണ്ടേ? പ്രസിഡന്റിന്റെ സമയത്തിന് സൗകര്യത്തിന് കൂടേണ്ട ഒന്നല്ല പഞ്ചായത്ത് സഭ. അതിനെല്ല ചിട്ടകളൊക്കെ ഉണ്ട്. ഈ പഞ്ചായത്തിന്റെ സർവ്വ അന്തസ്സും കളഞ്ഞു കുളിച്ച് കേവലം ഒരു മ്യാവ് പൂച്ചയെ പിടിക്കാൻ ഇറങ്ങിയ ഈ പ്രസിഡന്റിനെ കുറിച്ച് ഓർത്ത് എനിക്ക് ലജ്ജ തോന്നുന്നു. ഞങ്ങളെ പ്രസിഡന്റ് പൂച്ചയെ പിടിച്ചത് പട്ടാപ്പകല. കാളക്കുറുപ്പിന് രാത്രിയിലാ പൂച്ച പിടുത്തം. കാളക്കുറുപ്പും ഞാൻ പറയുന്നത് മൃഗസംരക്ഷണ നിയമത്തിലെ സെക്ഷൻ 123 പ്രകാരം അർദ്ധരാത്രിയിൽ പൂച്ചയെ പിടിക്കുന്നത് ക്രിമിനൽ കുറ്റമാണ് കുറുപ്പേ. ഒരു പൂച്ചയെ കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഒരു ക്രിമിനൽ കുറ്റമായി മുൻ പ്രസിഡന്റ് കാണുന്നുവെങ്കിൽ എനിക്ക് ലജ്ജ തോന്നുന്നു. പൂച്ചയാണെങ്കിലും അതിനൊരു ജീവനില്ലേ? പിന്നെ ഈ കരയിലെ ജനങ്ങൾ കുടിവെള്ളമായി ഉപയോഗിക്കുന്നത് ഈ കിണറ്റിലെ വെള്ളമാണ്. അത് മലിനമായാൽ അവർക്കുണ്ടാവുന്ന വൈഷമ്യം മുൻ പ്രസിഡന്റ് മനസ്സിലാക്കാത്തതിൽ എനിക്ക് സങ്കടമുണ്ടോ?
ഇവനിട്ടൊരു പണി കൊടുക്കണ്ടേ കുറുപ്പേട്ട? താൻ പോടായിരുപ്പേ. തന്റെ വാക്ക് വിശ്വസിച്ച് വാ തുറന്ന എന്റെ അണ്ണാക്കില മാപ്പടിച്ച് കയറ്റിയത്. അതിപ്പോ കാണണോ? പ്രതിപക്ഷ നേതാവിന് ഉത്തരം മുട്ടിയ സ്ഥിതിക്ക് നമുക്ക് എല്ലാവർക്കും ചേർന്ന് പഞ്ചായത്തിലോട്ട് നീങ്ങാം. എന്താ ബാസിയേട്ടാ? പിന്നല്ലാതെ മുൻകൂട്ടി നിശ്ചയിച്ച സമയത്ത് ഈ പ്രഥമ സഭ കൂടാത്തതിനാൽ ഞങ്ങൾ പ്രതിപക്ഷം ഒന്നടങ്കം ഈ മീറ്റിംഗ് ബഹിഷ്കരിച്ചിരിക്കുന്നു. ഓണമേ എന്റെ പൊന്ന് കവി അവണാക്കുഴി, ഇതുകൂടെ നക്കിട്ടങ്ങ് വീട്ടിൽ പോ. എന്നിട്ടൊന്ന് കുളിച്ച് വൃത്തിയായിട്ട് വാ. ഷാപ്പാണേലും ഇതൊരു സ്ഥാപനമല്ലേ? ആകാശ പറവകൾക്ക് കുളി നിഷിദ്ധമാണ് വാസു. എങ്കിൽ താൻ കുളിക്കണ്ടോ? തരാനുള്ള പറ്റുകാശെങ്കിലും എന്താ? എടോ, ആധുനിക ചിന്തകർ വിതയ്ക്കാറുമില്ല, കുളിക്കാറുമില്ല. കവിപ്പുട സ്ഥിരമാക്കിന്ന് തോന്നുന്നു. അയ്യോ, എനിക്ക് വേണ്ടേ. താമസിയാതെ കുടികടപ്പവാസം ചോദിക്കുന്ന ലക്ഷണമാ. അല്ല, നീ എന്താ പതിവില്ലാതെ? പതിവുകളൊക്കെ മാറിയല്ലോ കൊച്ചേട്ടാ. മനസ്സിലാവുന്ന ഭാഷയെ പറയടാ. പറയുന്നതിനേക്കാളും നേരെ കാണുന്നല്ലേ നല്ലത്. ഒരു നല്ല കാര്യത്തിന്റെ തുടക്കമല്ലേ. ഇനി പുറത്തല്ല നിൽക്കേണ്ടത്, ഇങ്ങോ അകത്തോട്ട് വാ. നമ്മെ മനസ്സിലായിക്കാം. എങ്കിലും നാം ഒന്ന് സ്വയം പരിചയപ്പെടുത്താം. ഞാൻ ഗോവർദ്ധനൻ. ഇന്നു മുതൽ ഈ ഷാപ്പിന്റെ മേൽനോട്ടം വഹിക്കാൻ നിർബന്ധിതനായ ഒരു മാന്യൻ. ഇന്നു മുതൽ നിങ്ങളുടെ എല്ലാ സൗകര്യത്തിനായി ഞാൻ ചില പരിഷ്കാരങ്ങൾ ഈ ഷാപ്പിൽ വരുത്താൻ പോവുകയാണ്. ഒന്നാമതായി രണ്ടൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ ഷാപ്പിൽ ചാർജ് എടുക്കാനുള്ള ഓല കൊണ്ടുവന്നിട്ടുണ്ട്. ഓല? ഈ ഷാപ്പിനെ മേൽനോട്ടം വയ്ക്കാൻ ഓല വിളിച്ചിട്ടുണ്ടോ? ഓല എന്ന് പറഞ്ഞ അപ്പോയിന്റ്മെന്റ് ഓർഡർ. അത് നിർബന്ധമാണോ? അല്ലെങ്കിലേ ഗിരിയേട്ടൻ നേരിട്ട് വന്ന് വാസുവേട്ടനോടോ മാനേജറോടോ പറയണം. അല്ലാതെ മറ്റു വഴിയൊന്നുമില്ലേ? ഉണ്ടല്ലോ, അത് പറഞ്ഞതാ. മുമ്പേ കിടക്കുന്നു പുറത്തേക്കുള്ള വഴി. അപ്പോ കൊച്ചേട്ടൻ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ പോയി ഓല വലിച്ചോണ്ട് വരാം. അല്ല, അളിയന്റെ കയ്യിൽ നിന്ന് ഓലയും വാങ്ങിച്ചോണ്ട് വരാം. വാടാ പുരുഷു. അതെ, ഞങ്ങളപ്പോ പോയിട്ട് വരാം. ഇനി കള്ളു കുടിക്കാൻ ഓലയും വലിച്ചോണ്ട് വരേണ്ടി വരുമോ? പുതിയ നമ്പറുമായിട്ട് ഇറങ്ങിയിരിക്കുക ഒരു മൃഗഡോക്ടറും പാലും. ഇങ്ങനെ പോയ അണ്ണന്റെ കാര്യം പോക്ക. ഞാൻ എത്ര തവണ നിന്നോട് പറഞ്ഞാടാ എരപ്പേ, നമ്മുടെ നമ്പർ ഒന്നും വാസുട്ടിന്റെ അടുത്ത് കേൾക്കില്ലാന്ന്. നിന്റെ ഒരു മുടിഞ്ഞ ബുദ്ധി. ഇത് കേട്ടാത്തൊന്നും ഈ കാട്ടിക്കൂട്ടിനൊക്കെ എനിക്ക് വേണ്ടിയാണെന്ന്. എന്നിങ്ങനെ ഭാര്യ വീട്ടിൽ പോയി കൈ നീട്ടാൻ അണ്ണന് നാണാവൂലേ? അല്ലാതെ ഞാൻ എന്ത് ചെയ്യും? അണ്ണൻ നേരെ ഗിരി അണ്ണന്റെ അടുത്ത് പോണം. സ്വർണ്ണ ചേച്ചിയുടെ അവകാശം ചോദിക്കണം. ചോദിച്ചാ പോരാ, അത് വാങ്ങിച്ചെടുക്കണം. ആ ഓഹരി കൈ കിട്ടിയ പിന്നെ അണ്ണൻ ആരാ? രാശാവല്ലേ? പിന്നെ നമ്മളെ കോന അടിച്ചവരെല്ലാം അണ്ണന്റെ പിന്നാലെ പോരും. അപ്പോ നമുക്ക് അങ്ങനെ ചെയ്യാല്ലേ? അണ്ണൻ ധൈര്യമായിട്ട് ചെന്ന് ചോദിക്കണ്ട, കൂടെ ഞാനില്ലേ? കമാൻ. ഞാൻ നിന്റെ ആരാ? ഞാൻ ആരാന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? എടാ ഗോവർദ്ധന, വല്ലതും കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഞാൻ എന്നേക്കുമായി കിടന്നാൽ എല്ലാവരും ഹാപ്പി അല്ലേ? എന്നാൽ അങ്ങനെ കിടന്നു തരുന്നവനല്ല ഈ ഗോവർദ്ധനൻ. എങ്കയോ പോയി സാറായം കുടിച്ച് വന്നിട്ട് അയോഗ്യ പയ്യ. കണ്ണും പുല്ലും കണ്ടുകൂടെങ്കിലും പറട്ട കിളവിക്ക് എന്തൊരു കേൾവി ശക്തി. എന്റെ ഈശ്വരോ, കാലിനും പണിമുടക്കാണോ? മെക്കിട്ടേറ്റ് എന്റെ നേർക്ക് മതി. നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഞാൻ ആരുടെ നെഞ്ചത്തും മെക്കിട്ട് കയറും. ഞാൻ ഗോവർദ്ധനൻ. ഗോവർദ്ധനൻ എന്നാ മൂടിടിച്ച് വീഴുകയും ചെയ്യും. അയ്യോ, എനിക്ക് വയ്യ. ഇന്ന് ഗ്രഹണമാണോ? നിർക്കൊല്ലിയും തലവൂക്കി തുടങ്ങി. സത്തം പോടാതെ വാമൂട്ട് കിളവി. നിനക്കിപ്പോ എന്താ വേണ്ടത്? എനിക്ക് വേണ്ടത് നിങ്ങൾ തരുമോ? ഗോവർദ്ധനോ, എന്താ അളിയന്റെ ഡിമാൻഡ്? എനിക്ക് എന്റെ ഓഹരി കിട്ടണം. നിന്റെ ഓഹരി നിന്റെ വീട്ടിൽ ചെന്ന് വേണ്ട ചോദിക്കാൻ? അതിന് വീടില്ലല്ലോ. അതും വിറ്റോ? അതെ, എന്റെ ഭാര്യയുടെ ഓഹരി അതെനിക്ക് ഉടനെ കിട്ടണം. നല്ല കാര്യങ്ങള് വെച്ച് താമസിപ്പിക്കരുതേ. അങ്ങോട്ട് കൊടുത്തു കളയാം. എന്നോട് വക്കീലേ. അല്ലാതെ സൂപ്പർസ്റ്റ് സീക്രട്ട് ആണല്ലോ കൊടുക്ക. എന്റെ അളിയന് വിവരമുണ്ട് അല്ലേ? ഇതിനെടുത്ത് അകത്ത് വെച്ചേക്ക്. മതിയടി, ചോറ് മതി. സമയം എന്തായെന്നറിയോ? നിങ്ങൾ ഇതൊരു ഭക്ഷണം കഴിച്ച് തീർന്നില്ല. അത് തന്നെ അവന്റെ പ്ലാൻ. അതെങ്ങനെ പറ്റും? എടാ, അവന് ഭരിക്കാൻ ഒരു തടസ്സവും ഇല്ല. നിലവിൽ കള്ള് ഷാപ്പോ റേഷൻ കടയോ നടത്തുന്നവർക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആകാൻ ഒരു നിയമപ്രശ്നവും ഇല്ലെന്നാ ഭാർഗവ വക്കീൽ പറഞ്ഞു. ഇനിയിപ്പോ അവനെ തളയ്ക്കാൻ എന്താ ഒരു വഴി? അതിനാ ശങ്കരനാശനെ വിളിച്ചപ്പോ എന്നാത്തിന്? പേരിയേറ്റ പാപ്പാന അയാളവനെ പുല്ലുപോലെ തളയ്ക്കും. അയ്യോ, അവനെ തളയ്ക്കുന്നതിന് മുമ്പ് ആദ്യം നിന്റെ തലയിലാ തളം വയ്ക്കേണ്ടത്. ഇങ്ങനെ നിർത്താതെ ധാര കോരിയാൽ ഉടനെ അതും വേണ്ടി വരും.
നീ ആ ഗ്ലാസ് താഴെ വെച്ചിട്ട് ഞങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കണം മരക്കഴുത്. ഓക്കെ, ഞാനൊരു കൂട്ടം പറഞ്ഞ വലിയ ഉറപ്പ് ദേഷ്യപ്പെടരുത്. ആ പറഞ്ഞു ഓലേക്ക്. ഗിരിയെ ഒതുക്കാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗം അവന്റെ പക്ഷത്തു നിന്നും ഒരാളെ നാക്കിന് നമ്മുടെ പക്ഷത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. കൈമളെ, ആ പരട്ട ഗിരി നമ്മുടെ അടുത്ത് വന്നാലല്ലേ പറ്റൂ അവന്റെ കക്ഷത്തിൽ നിന്ന് എന്തെങ്കിലും എടുക്കാൻ. കക്ഷമല്ല ഉപേന്ദ്രകുറുപ്പേ, പക്ഷം പക്ഷം. ഉണ്ണി മോനെ, ഉണ്ണി എന്താ വല്യച്ഛാ? എടാ നിന്റെ അച്ഛൻ അകത്തോണ്ട് കിടത്താൻ നിന്റെ അമ്മയോട് പറയടാ, വെള്ളമാടാ വെള്ളം. എനിക്ക് വേറെ ഓ പണിയുണ്ട്. എവന്റെ അല്ലേ മോൻ, അല്ലേ അനുസരണം. നല്ലൊരു മാർഗമാടോ കൈമളെ താൻ പറഞ്ഞു. പക്ഷെ അവന്റെ പക്ഷത്തുനിന്ന് ആരെയാ നമ്മുടെ പക്ഷത്തേക്ക് കിട്ടുക? ആ കാര്യം വലിയ കുറിപ്പ് എനിക്ക് വിട്ടേക്ക്. അവന്റെ പക്ഷത്തു നിന്നും നമുക്ക് പറ്റിയ ഒരാളെ പൊക്കുന്ന കാര്യം ഈ കൈമളേറ്റു. തന്റെ ശരീരവും മറ്റോണ്ട് താൻ ആരെ പൊക്കാൻ പോവാഴൂ? അങ്ങനെ ചുമ്മാ ഒന്നും പൊങ്ങത്തില്ല. ആ പൊക്കുന്നില്ല. നിങ്ങൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ മനുഷ്യ? എന്തിനാ ഇങ്ങനെ വെറുതെ കിടന്ന് അലർന്നേ? നിന്നെ ആര് വിളിച്ചു? ഞാൻ കാദംബരിയാ വിളിച്ചേ. വല്യേട്ടൻ എന്തിനാ വിളിച്ചേ? എടി നിന്റെ കെട്ടിയോൻ ചീഞ്ഞു വിളിച്ചകത്തോണ്ട് പോയി കിടത്ത്. പിച്ചും പേരും പറയാൻ തുടങ്ങി. ഇങ്ങോട്ട് വാ മനുഷ്യ, വരാൻ. ഞാനില്ല. നീ കൂടെ ഒന്ന് പിടിച്ചേ. എന്നെ ഈ പണി ചെയ്യാൻ വല്ല ചുമട്ടുകാരെ നിർത്തുന്നതായാലേ നല്ലത്. കൈമളെ ഇങ്ങോട്ട് വന്നു. താൻ പറഞ്ഞത് ഒരു ഉഗ്രൻ ഐഡിയ. ഇത് സാധിച്ചെടുത്താൽ നമ്മൾ ജയിച്ചു. അതെ. അതവരുടെ തോന്നല് മാത്രമാണ്. എന്നെ അതിനൊന്നും കിട്ടില്ല. എത്ര 12? അത് ശരിയാക്കാം. അതിനു മുമ്പ് ഡാഡിയുമായി എനിക്കൊന്ന് ഡിസ്കസ് ചെയ്യേണ്ടി വരും. അല്ല, എന്താ വിശേഷിച്ച്? കല്യാണോ? ആരുടെ? ഓ, ചേട്ടന്റെ മകളുടെ അല്ലേ? ഞാൻ കാണും. ശരി ശരി. അല്ല, അപ്പൊ നമ്മുടെ കാര്യം? താനെന്തിനാടോ പേടിക്കുന്നത്? ഈ കേസ് ഞാൻ ഏറ്റെടുത്തത് കൊണ്ടല്ലേ നമ്മൾ അങ്ങോട്ട് പോണത്. അതല്ല, ഈ ദിവസത്തിന്റെ പ്രത്യേകത അറിയാലോ. അതിനല്ലേടോ ഈ ഗോപിക്കുട്ടനുള്ളത്. ഒക്കെ ശരിയാക്കി തരാന്നേ. ഓ മൈ ഡാഡ്, ഇന്നത്തെ എന്റെ ദൗത്യമിത പൂർണ്ണമായിരിക്കുന്നു. എടാ ഗോപി, നിന്നോട് ഞാൻ എത്ര ആവർത്തി പറഞ്ഞിരിക്കുന്നു എന്നെ ഡാഡി ഡാഡി എന്ന് വിളിക്കരുതെന്ന്. ആരാടാ ഇവരൊക്കെ? കസ്റ്റംസാ. എന്റെ കസ്റ്റമേഴ്സ് ആണെന്ന് പറയായിരുന്നു. അവർക്കൊരു 3 നമ്പേഴ്സ് സാധനം വേണം. ആദ്യം കാശെടു. ആ, അത് മറന്നുപോയി. കാശട് പോക്കറ്റ് വെച്ചിട്ട് മിണ്ടാതിരിക്കണ. 1 2 3 4 5 6 കറക്റ്റായിട്ട് എണ്ണണം. അവസാനം തെറ്റിപ്പോയെന്ന് പറയരുത്. കൂടുതലുണ്ടെങ്കിൽ ഇങ്ങാട് തരണം കേട്ടാ. കറക്റ്റല്ലേ? ഒന്നാം തീയതി ആയാൽ ആരുടെയൊക്കെ കാല് പിടിക്കണ ഒരു സാധനത്തിന്. ചേട്ടാ, ഒറിജിനൽ തന്നെയല്ലേ? മക്കളെ, കാലം കുറയായത് തുടങ്ങിയിട്ട് കള്ളില് കള്ളം കാണിച്ചാലേ കഞ്ഞിറങ്ങിച്ചാവൂല. വാ പോ. അല്ല ആശാനെ, എനിക്കൊരു സംശയം. എന്താടാ? ഈ പശുവെ കിളി പിടിക്കോ? ഒരിക്കലുമില്ല. എന്താ കാര്യം? ഇന്നത്തെ പത്രം എടുത്ത് ഞാൻ നോക്കിയപ്പോൾ അതിൽ വായിച്ചു പശുവെ കിളി പിടിച്ചു. എടാ മണ്ട, പശുവെ കിളി പിടിച്ചു എന്നല്ല, പശു വെകിളി പിടിച്ചു എന്ന് ഇന്നത്തെ പത്രത്തിൽ ഞാനും വായിച്ചു. നിന്നെ ഞാൻ എവിടെയൊക്കെ തിരക്കി. എന്താ കാര്യം? നിത്യമോളുടെ ആട്ടുംകുട്ടിക്ക് 3-4 ദിവസമായിട്ട് നിർത്താതെ വയറ്റിന്ന് പോടും. എങ്കിൽ താനൊരു ബക്കറ്റുമായിട്ട് അതിന്റെ പുറകെ നടന്ന പോരെ? തമാശകളാ. നീ തന്നെ വന്ന് എന്തേലും മരുന്ന് കൊടുക്കണമെന്ന് വലിയ കുറിപ്പിനൊരു നിർബന്ധം. അതെന്താ അങ്ങേരിക്കും പോയിക്കൊണ്ടിരിക്കണ? അതെ, മെമ്പർ ലീലാമ്മ ചേച്ചിയുടെ താറാവ് വീണ് കാലൊടിഞ്ഞിട്ട് 3 ദിവസമായി. ഞാൻ അതിനെ പ്ലാസ്റ്റർ ഇടാൻ പോവാ. കുറിപ്പിനോട് പറഞ്ഞാൽ വൈകുന്നേരം വന്ന് കണ്ടോളാന്ന്. കേട്ടോ? വൈകിട്ട് ചെയ്യും. പ്ലാസ്റ്ററിന്റെ ഇടല അങ്ങനെ ഒരു തൂറ്റല്. അല്ല, എലിസബത്ത് ചേച്ചി എങ്ങോട്ടാ? മോനെ നഴ്സറി ചേർക്കാൻ ഓ, പോവാ. അതിനുള്ള പ്രായമൊക്കെ ആയ? പിന്നെ ഇവന് 3.5 വയസ്സായില്ലേ? ഭർത്താവ് എത്യോപ്യാന്ന് ഇപ്പഴെങ്ങാനും വരുമോ? മിക്കവാറും അടുത്ത മാസം വരും. അല്ല, ഭർത്താവ് പോയിട്ട് എത്ര വർഷമായി? 6 വർഷം. പോട്ടെ. അണ്ണാ, ഭർത്താവ് പോയിട്ട് 6 വർഷം, കൊച്ചിന് 3.5 വയസ്സ്. ഈ കണക്കത്ര ശരിയല്ല അണ്ണാ. അതെ, കണക്കെല്ലാം ശരിയാ. ഇപ്പൊ കമ്പ്യൂട്ടറിന്റെ കാലമല്ലേ. ഈ കൊച്ചിനെ ഇവൾ ചിലപ്പോൾ ഇന്റർനെറ്റ് വഴി ഡൗൺലോഡ് ചെയ്തെടുത്തതാണെങ്കിലോ? ഓ, അങ്ങനെ വിശ്വസിക്കാം അല്ലേ? വിശ്വസിച്ചേ പറ്റൂ. ഒന്ന് തിരിച്ചടിപ്പിക്കണം. ആ കുട്ടി ഇവിടെ നിന്ന് കയറിക്കോട്ടെ. അടുത്തേല് വന്നാ പോരെ? കടവ് വിട്ടില്ലല്ലോ, അങ്ങോട്ടൊന്ന് അടുപ്പിക്കേ. കുറച്ചുകൂടെ ഒന്ന് അടുപ്പിക്കോ.
സെക്രട്ടറി. എന്തായാലും ഞാനല്ല, നിങ്ങളാരാ? ഞാൻ ആരായാലും നിങ്ങൾക്കെന്താ? എനിക്ക് കാണേണ്ടത് സെക്രട്ടറിയാണ്. അവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഓഫീസിലേക്ക് ഓരോ അത്യാവശ്യങ്ങൾക്ക് കടന്നു വരുന്ന സ്ത്രീകളുടെ വഴി തടയാതെ മാറി നിന്നൂടെ പുതിയ പ്രസിഡന്റ്? ഓ അങ്ങനെ ആയിക്കോട്ടെ, പഴയ പ്രസിഡന്റ്. എന്താ ഇത്ര വൈകിയത്? അത് ജോയിൻ ചെയ്യുന്ന ദിവസമെങ്കിലും അല്പം നേരത്തെ എത്തിക്കൂടെ? അത് ബസ് കിട്ടാൻ വൈകി, അതുകൊണ്ടാ സർ. ഡൈയിങ് ഇൻ ഹാർനസ്. അച്ഛൻ ചെയ്തിരുന്ന ജോലി മകൾ ഏറ്റെടുക്കുന്നു അല്ലേ? അതെ സർ. അച്ഛൻ എവിടെയാ ജോലി ചെയ്തിരുന്നത്? കൊല്ലം ജില്ലയിലാ, തഴവ പഞ്ചായത്തിൽ. ഏതായാലും പ്രസിഡന്റിനെ ചെന്ന് കണ്ടിട്ട് വരും. ഔദ്യോഗികപരമായി കുട്ടി സെക്രട്ടറിയുടെ മുമ്പിൽ ഒപ്പിട്ടാ മതി. എന്താ അത് പോരുന്നുണ്ടോ? പക്ഷേ ജനാധിപത്യപരമായി പ്രസിഡന്റിനെ കൂടെ ബോധ്യപ്പെടുത്തേണ്ടി വരില്ലേ? എന്തോന്ന് ബോധ്യപ്പെടുത്താൻ? 15 കൊല്ലം ഞാനും പ്രസിഡന്റ് ആയിരുന്നതാ. അന്നൊന്നും ഇല്ലാത്ത ബോധ്യപ്പെടുത്തൽ ഇപ്പോഴെവിടുന്നു വന്നു? കുട്ടി പോയി പ്രസിഡന്റിനെ കണ്ടിട്ട് വരും. അട്ടെ പിടിച്ച് മെത്തേക്കെടുത്തിയാൽ ഇതാ സ്ഥിതി. കുട്ടിയല്ല. May I come in, sir? Yes, come in. വാ. സോറി സർ, ആളെ മനസ്സിലാവാതെ. ശരി, വന്ന കാര്യം പറ. സാറിനെ കാണാൻ പറഞ്ഞു. എന്തിന്? ഞാൻ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറെ ചാർജ് എടുക്കാൻ വന്നതാ. ആണോ? അതായത് ഗ്രാമസേവിക. അപ്പൊ ആദ്യം ഇയാൾ അറിയേണ്ടത് ഗ്രാമത്തെ അല്ലേ? ഗ്രാമത്തിലെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ പഠിക്കാനും പരിഹാരം കണ്ടെത്താനും കഴിഞ്ഞാലേ കുട്ടിയുടെ ജോലിക്ക് ഒരു അർത്ഥമുണ്ടാകൂ. അതുകൊണ്ട് ഓഫീസിൽ വരുന്ന ദിവസം കൃത്യസമയത്ത് എത്തണം. അതെനിക്ക് അല്പം നിർബന്ധമുള്ള കാര്യ. ജോയിൻ ചെയ്തോളൂ. ഇല്ല, സാറിനെ കണ്ടിട്ട്. സാറിനെ കണ്ടില്ലേ? ഇനി പോയി ജോയിൻ ചെയ്തോളൂ. ശരി സർ. ചെന്നൈയിൽ കാർ ബോംബ് സ്ഫോടനം, അമ്മയും കൈക്കുഞ്ഞും കൊല്ലപ്പെട്ടു. അതൊന്ന് വിശദമായിട്ട് വായിക്കണ്ട. ചെന്നൈ ഓഗസ്റ്റ് 13. ഇവിടെ മൗണ്ട് റോഡ് സ്പെൻസർ ടവറിന് മുൻവശം കാർ ബോംബ് സ്ഫോടനത്തിൽ അമ്മയും കുഞ്ഞും കൊല്ലപ്പെട്ടു. ശിവഗംഗ റൂറൽ SP ശ്രീ ഷൺമുഖവേലിന്റെ മകൾ മഞ്ജുള, അവരുടെ 3 മാസം പ്രായമായ മകൻ എന്നിവരാണ് കാറിലുണ്ടായിരുന്നത്. ഷൺമുഖവേൽ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇന്നലെ വൈകുന്നേരം 4:30 മണിയോടുകൂടിയായിരുന്നു സംഭവം. കാർ പാർക്ക് ചെയ്ത സ്പെൻസർ ടവറിനുള്ളിൽ ഷൺമുഖവേൽ കയറി നിമിഷങ്ങൾക്കുള്ളിലാണ് സ്ഫോടനമുണ്ടായത്. വൻ നഗരങ്ങളിലെ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തിയിരിക്കുന്ന ഈ സ്ഫോടനത്തിന് പിന്നിൽ തീവ്രവാദി സംഘടനയായ PTP ആയിരിക്കുമെന്ന് സംശയിക്കുന്നതായി തമിഴ്നാട് DGP ശ്രീ തോണ്ടാമാൻ പറഞ്ഞു. എന്താന്ന്? കഷ്ടമായിപ്പോയെന്ന് ജപ്പാൻ ഭാഷ പറഞ്ഞൂടെ? അങ്ങനെ ബോംബെ തുടങ്ങിയ ബോംബിടിയില് ചെന്നൈ വരെ എത്തി. വന്ന് മനുഷ്യന്മാരുടെ ജീവനൊരു വിലയില്ലാണ്ടായി. അപ്പൊ അടുത്ത ബോംബെടിയിൽ ഇവിടെ ആയിരിക്കും. അയ്യോ, അതിനെ കുറിച്ച് ഇടേണ്ടവരാലോചിച്ചോളൂ. തൽക്കാലം നീ ഇവർക്ക് ചായ എടുത്ത് കൊടുത്തേച്ചോ. പോയി വടയിടാൻ നോക്കണം. ചുമ്മാ എന്നെ ജപ്പാൻ ഭാഷ കളയുന്നത്. ബോംബിടും വായിക്കാത്തൊരു ബോംബിടാ ആളില്ലാതായി പോയല്ലോ. എന്തോ ഇടുന്ന കാര്യമാടാ നീ പിറുപിറുക്കുന്നത്? ഈ ഉണ്ടപ്പൂരി എടുത്ത് ചീനിച്ചട്ടി ഇടുന്ന കാര്യം പറഞ്ഞതാ. നിങ്ങൾ ഈ പത്രം നിന്നോണ്ടിരിക്കാതെ പോത്തിനെ കൊണ്ട് കണ്ടെത്തി കെട്ടിച്ചു വാങ്ങിച്ച. ഈ ചേച്ചിയുടെ ഒരു കാര്യം, ഒരു ബോത്തിനെ കൊണ്ട് കെട്ടാൻ മറ്റൊരു ബോത്തിന്റെ അടുത്ത് ആരെങ്കിലും പറയൂ? ജാനമ്മ ചേച്ചി, നിങ്ങൾ ആ ഗിരിയന്റെ നമ്പറിങ് എടുത്തേ. എന്താടാ ഇത്ര അത്യാവശ്യം? പൂച്ചേരി കണ്ടതിൽ മട തുറക്കാൻ മാടഞ്ചേരി നരേന്ദ്ര ആളെ കൂട്ടി വന്നിരിക്കുക. എങ്കിലും വല്ലതൊക്കെ നടക്കും.
വെറുതെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞില്ലേ നരേന്ദ്ര. എന്നിട്ട് കൂടെ കൊച്ചുറുപ്പേ, എന്നിട്ട് നിന്റെ ഏട്ടൻ വെല്ലുകുറുപ്പിനോട് പറ ഒരാഴ്ച കിഴിയിട്ട് തരാൻ. വെറും കിഴിയല്ല, എണ്ണക്കിഴി. മാറിപ്പോവല്ലേ, എണ്ണക്കിഴി. നരേന്ദ്ര, വേദന ഉണ്ടോടാ? ഓടി വന്നില്ലല്ലോ കൈമളെ. ഇനിയിപ്പോ എന്തോടിയാൻ? ഇഞ്ച ചതയ്ക്കും പോലെ ചതച്ചു കളഞ്ഞില്ലേ? വാചം അടിക്കാൻ ഇങ്ങോട്ട് കുറച്ച് ചൂട് പിടിപ്പിക്കണോ കോപ്പേ? നീ എന്നെ കാണാൻ പോടാ. നല്ല രസമുണ്ട് ചിറ്റപ്പ. റസലിങ്ങിൽ ഇടികൊണ്ട് കിടക്കും പോലുണ്ട്. അവന്റെ ഇടികൊള്ളാതെ അകത്തോട്ട് കയറി പോടാ. വാരിയല്ലൊക്കെ 5 കിലോ പടി കൊണ്ട് ഇടിച്ച മാതിരി ഉണ്ട്. എന്റെ അമ്മേ, എന്തായാലും അവന്റെ ശക്തി അപാരം തന്നെ. അത് പിന്നെ പറയാനുണ്ടോ? കലപ്പ പിടിച്ച് തഴമ്പിച്ച കൈയല്ലേ അളിയന്റേത്. അത് വാസ്തവം. ഇടക്കിടക്ക് ഡോക്ടർക്കും ഇതുപോലെ കിട്ടാറുണ്ടല്ലോ. സോറി, ചുമ്മാ ഓരോന്നിനും ഇറങ്ങി പുറപ്പെടുമ്പോ 2 വട്ടം ആലോചിക്കണമെന്ന് ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞിരിക്കുന്നു. കേതു അഷ്ടമറ്റ് നിൽക്കുമ്പോ ഒന്നും ചെവി കേറൂല വലിയ കുറുപ്പേ. വിനാശകാലേ വിപരീത ബുദ്ധി. തന്നെയോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞത് അയാളുടെ ഒരു ഒടുക്കത്തെ പഴമൊഴി. ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. 2 പെഗ് കൊക്കോ ബ്രാൻഡിയിൽ 2 പച്ചമുട്ട അടിച്ച് കുരുമുളക് പൊടിയിട്ട് ഒറ്റ വലിക്ക് കുടിച്ചിരുന്നേൽ എല്ലാം ഓക്കെ ആയിരുന്നു. നന്നായിരിക്കണം. അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കണം. നിങ്ങളോ കെട്ടു, അവനെ കൂടെ കെടുത്താൻ നോക്കുക. നീ വെച്ചിട്ട് പോടോ ക്രാപ്പാ. എടാ നരേന്ദ്ര, ഈ കൈമളോട് കാണിക്കുന്ന ചൂട് ആ അരുണഗിരിയോട് കാണിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ വലുത് സംഭവിക്കുമായിരുന്നോ? ഇതിപ്പോ അങ്ങാടി തോറ്റനെ അമ്മയോട് എന്ന് പറഞ്ഞ പോലെ അല്ലേ ചേച്ചി? ശബ്ദം. ഇനി എല്ലാരും കൂടി അവന്റെ മൈക്കിട്ട് കയറണ്ട. അവരുടെ അബദ്ധം പറ്റിപ്പോയി അത്ര തന്നെ എന്ന് പറഞ്ഞ് ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റൂ കുറുപ്പേട്ട? ആരോടാ വെറുതെ വിടുന്നത്? ഇതിന് പകരം വീട്ടിൽ ഞാൻ എന്തിനാ അവന്റെ ചേട്ടൻ പറഞ്ഞു പഠിക്കുന്നത്? ഒരു മിനിറ്റ്. അതെ, കുറുപ്പേട്ടൻ വിചാരിക്കുന്ന പോലെ അത്ര ഈസി ആയിട്ട് അളിയനെ ഒതുക്കാൻ പറ്റുമെന്ന് എനിക്ക് എത്ര തോന്നുന്നില്ല. കാടിളക്കിയ കൊമ്പനും ഒടുവിൽ വാരിക്കുഴിയിൽ വീട് കുറിപ്പേട്ടാ. ഇവൻ പറഞ്ഞതുപോലെ അളിയനെ വീഴ്ത്തണമെങ്കിൽ അതിന് പറ്റിയൊരു മാർഗം എന്റെ കൈവശമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ തുറന്നു പറ. ആ ചെവി തന്നെ. അളിയന്റെ ഷാപ്പിൽ വിൽക്കുന്ന കള്ളിൽ വിഷം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അളിയന്റെ ഷാപ്പ് പൂട്ടും. എങ്ങനെയുണ്ട്? എടാ ഗോവർദ്ധന, നിനക്ക് ഇത്രയും ബുദ്ധി ഉണ്ടായിരുന്നു. ഇത് നേരത്തെ നിന്റെ അളിയന്റെ നേർക്ക് പ്രയോഗിച്ചിരുന്നെങ്കിൽ നിന്റെ ഭാര്യ സ്വർണത്തിന്റെ ഷെയർ എന്നേ നിനക്ക് കിട്ടുമായിരുന്നു. ഇപ്പൊ അങ്ങനെയായോ? കുറുപ്പേട്ടനല്ലേ പറഞ്ഞ എന്ത് പ്രശ്നം ഉണ്ടായാലും എന്റെ ഓഹരി വാങ്ങി തരുമെന്ന്. ഒടുവിൽ കാല് മാറൂ കുറുപ്പേട്ട. എടാ മാടഞ്ചേരി കുറുപ്പന്മാരെ ഒരു വാക്ക് പറഞ്ഞാൽ അതിൽ മാറ്റമില്ല. നിന്റെ ഭാര്യ സ്വർണത്തിന്റെ ഷെയർ ഞാൻ വാങ്ങിത്തരും. മതി, അത് മതി. പിന്നെ തൽക്കാലം ഞാൻ ഇവിടെ വരുന്ന കാര്യം ഒരു കുഞ്ഞു പോലും അറിയണ്ട. അറിഞ്ഞാൽ ഡോക്ടറുടെ ഷെയർ എപ്പ കണ്ടുകിട്ടിന്ന് വെച്ചു അല്ലേ? കുറുപ്പേട്ട, ഒരു കുഞ്ഞു പോലും അറിയില്ല. ഗജേന്ദ്ര കുറുപ്പ പറയുന്നത്. നീ ധൈര്യമായിട്ട് പോ. ശരി, ഇവൻ കൊള്ളാം. ഫാക്സ് കിട്ടി സാർ. അന്വേഷിക്കും സാർ. ഇന്നലെ റിപ്പോർട്ട് അയക്കാം. ശരി സാർ. സാർ, പഞ്ചായത്ത് പ്രസിഡന്റ് അരുണഗിരി വന്നിട്ടുണ്ട്. വരാൻ പറ സാർ. ആ ഇരിക്കടോ പ്രസിഡന്റ്. തന്നെ കുറിച്ച് ഞാൻ ഇപ്പൊ ആലോചിച്ചതേ ഉള്ളൂ. എന്താ സാർ വിളിപ്പിച്ചത്? തനിക്കെതിരെ ഒരു പരാതി ലഭിച്ചിട്ടുണ്ട്. മെമ്പർ ഗജേന്ദ്ര കുറുപ്പിന്റെ അനുജനും APCയുടെ മണ്ഡലം സെക്രട്ടറിയുമായ നരേന്ദ്രനെ താനും കുറെ ഗുണ്ടകളും ചേർന്ന് മൃഗീയമായി തല്ലി ചതച്ചു. ഇതില് വല്ല സത്യം ഉണ്ടോടോ? തല്ലിന്നുള്ള സത്യമാണ് സാർ. അത് പക്ഷേ നരേന്ദ്രൻ അവന്റെ ഗുണ്ടകളെയാ. അതും ഞാൻ ഒറ്റയ്ക്കാ. ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ജനമധ്യത്തിൽ കിടന്ന് തല്ലുകൂടുക എന്ന് പറഞ്ഞാ മോശ ഏർപ്പാടല്ലോടോ ഗിരി. എന്ത് ചെയ്യാനാ സാർ, വേറെ നിവൃത്തിയില്ലാത്തോണ്ടാ. കുറുപ്പ് ഇതിനെ കേസാക്കാനാ പറഞ്ഞിരിക്കുന്നത്. താൻ പറ്റും. ശരി സാർ. ആ ഗിരി, തന്റെ അച്ഛന്റെ പേരെന്താ? തിരുച്ചെൽവം. തിരുച്ചെൽവം. അപ്പോ ഒറിജിനൽ തമിഴ്നാട്ടുകാരാണ്? അതെന്താ സാർ അങ്ങനെ ചോദിച്ചേ? ഹേയ്, ചോദിച്ചെന്നേ ഉള്ളൂ. ശരി. എന്നാ ഏട്ടാ? എടാ, നീ എന്ത് തീരുമാനിച്ചു? എടാ, ഒരു മനുഷ്യ ആയുസിൽ എപ്പോഴും ഭാഗ്യം ഉണ്ടാവണമെന്നില്ല.
അതുണ്ടാകുന്ന സമയത്ത് അത് മുതലാക്കുന്നവനാടാ യഥാർത്ഥ ബുദ്ധിമാൻ. എത്ര നാളെന്ന് വെച്ചാടാ നീയും കുടുംബവും ആ ഗിരിയുടെ പുരയിടത്തിൽ താമസിക്കുന്നത്? നിനക്കൊരു വീടും സ്ഥലവും സ്വന്തമായി ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയാ ഞാൻ ഈ കാര്യം നിന്നെ ഏൽപ്പിച്ചത്. നാളെ എന്തേലും സംഭവിച്ച എന്റെ കുടുംബത്തിന്റെ ഗതി ഒരു കുന്തവും വരില്ല. അതിന് ഞാൻ ഉറപ്പ് തരാം. ഇത് 50,000 രൂപയുണ്ട്. ഇതങ്ങോട്ട് വാങ്ങിച്ചിട്ട് നീ നോക്കിയ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുക്ക്. ബാക്കി 1.5 ഞാൻ വലിയ ഗ്രൂപ്പിനോട് പറഞ്ഞ് 2 വാങ്ങിത്തരാം. ഞാൻ ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ കേമലേട്ടാ. ഇനി നീ ഒന്നും ആലോചിക്കാൻ നിൽക്കണ്ട. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. മുഖത്ത് വന്ന മഹാലക്ഷ്മി ആരെങ്കിലും തൂത്തെറിയോടാ. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ടടാ. ഞങ്ങളൊക്കെ ഇല്ലേ നിന്റെ കൂടെ. പണം സൂക്ഷിച്ചോണം. മറ്റേ സംഗതി ഞാൻ എത്തിച്ചോളാം. ഒടുവിൽ അമ്പാടി മാക്കോം കൂടെ ഈ കുട്ടനാടിന് അങ്കത്തിട്ടാക്കല്ലേ? അതെ അതെ, ഞങ്ങൾ പോണം. നിങ്ങളായി നിങ്ങളുടെ പാടായി. അങ്കതീയതി അറിയിക്കണേ പൊന്നി. എന്താടോ കൂട്ടുകാരികൾ പറഞ്ഞ് ചിരിച്ചോണ്ട് പോയത്? തവളയുടെ മുഖമുള്ള ഇതിന്റെ പുറത്ത് മറ്റൊരു തവള കയറി ഇരിക്കുന്നു എന്ന് പറഞ്ഞാ ചിരിച്ചത്. ജീവിച്ചു പോട്ട് നിത്യേ. തന്റെ കൂട്ടുകാരി എന്താ മൗനവ്രതത്തില? കൂട്ടുകാരിയുടെ മൗനം മുറിക്കാൻ വെറുതെ മെനക്കെടണ്ട ബെന്നിച്ച. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പെങ്ങളായതുകൊണ്ടാ. ആണെന്ന് കൂട്ടിക്കോ. നീ എന്താടി മൗനവ്രതത്തില? പോടി, ഞാൻ പോണു. നിനക്ക് വേണ്ടിയാ ഞാൻ ഇത്രയും നേരം സംസാരിച്ചത്. എന്റെ കട്ടപ്പനെ, ഇവളുടെ പുറകെ നടന്ന ഈ കുട്ടനാടി കിടന്ന് കുറെ വെള്ളം കുടിക്കേണ്ടി വരും. വാടി. വാസു, ഇതുപോലത്തെ മൂത്ത ഒരു കുപ്പി കൂടെ പോവാണ്. ഇതിപ്പോ 4ാമത്തതാ. ഓർമ്മയുണ്ടല്ലോ, ഒടുക്കാൻ കടം പറയരുത്. കണ്ണിന് കടം പറയാന് അത് ഈ ജപ്പാൻ. നീ ഇങ്ങോട്ട് നോക്കിയേ, എന്റെ കയ്യിൽ കാശിന്റെ ചാകരയാ. എന്തായാലും ഇന്ന് വല വീശിയില്ലെങ്കിൽ ചേച്ചിയുടെ കാര്യം പോക്കാ. എടോ മുതുക്ക, പലചരക്ക് കടയിൽ കൊടുക്കാൻ തന്നുവിട്ട കാശെടുത്ത് താൻ വെള്ളം ഒഴിച്ച് തീർക്കുമല്ലേ? വശപ്പശായിട്ട് പിടിക്കല്ലേ? എവിടെ കോച്ചോ കൊളുത്തോ ചെയ്യും? കോച്ചുവിന്റെ അപ്പളാടാ നിന്നല്ലടാ പറഞ്ഞ പന്നി. എന്റെ ഇടുമ്പി, നീ സാധുവിനെ വെറുതെ വിടൂ. അവൻ ഈ ലോകത്തിൽ സ്വതന്ത്രമായി വിഹരിച്ചോട്ടെ. എന്ത് കുഴി വേണേലും ആയിക്കോട്ടെ, വെറുതെ എന്റെ വായിരിക്കുന്നത് കേക്കരുത്. മര്യാദക്ക് എണീറ്റ് വന്നോ, ഇല്ല എന്റെ താനെ കുളം താൻ ഇന്ന് കാണും. അത് ഈ പ്രപഞ്ചത്തിലെ ഇരുണ്ട ഭൂഖണ്ഡം പോലല്ലേ? എടോ കുഴിയുമാരാ, പോക്കൃത്തരം പറയരുത്. എന്താ ജാനം ഇത്? ഭർത്താവായി പോയി, കഷ്ടം. അയാൾക്ക് മദ്യപിക്കാനുള്ള സ്വാതന്ത്ര്യങ്ങൾ കൊടുത്തൂടെ? മദ്യപിക്കരുതെന്ന് ആരാ പറഞ്ഞത്? പിന്നെന്താ ചേച്ചിയുടെ പ്രശ്നം? വെള്ളം അടിക്കുന്നെങ്കിൽ സ്വന്തം കാശിനായിരിക്കണം, അല്ലാതെ കട്ടിട്ട് മോട്ടിച്ചിട്ടും അല്ല. ക്ഷേമരാഷ്ട്രങ്ങളിൽ കാശിന് വിലയില്ല മണ്ടോദരി. വീട്ടിൽ വന്നാലേ വെച്ചിട്ടുണ്ട് തനിക്ക്. അങ്കുശമില്ലാത്ത ചാവല്യമേ മണ്ണിൽ അങ്ങനെയെന്ന് വിളിക്കുന്നു ഞാൻ. ചേട്ടാ, ഈ സ്ത്രീകളെ കൊണ്ട് ദുരിതമായല്ലോ. മനസമാധാനമായിട്ട് മനുഷ്യനെ വെള്ളം അടിക്കാനും സമ്മതിക്കില്ല എന്ന് വെച്ചാ എന്റെ അമ്മേ. തന്താനെ തനദിന തന്താനെ തനദിന തന്താനെ തനദിന തന്താനെ തനദിന തന്താനെ തനദിന തന്താനെ തനദിന തന്താനെ തന്ദിന താനെ തന്താനെ തന്ദിന താനെ തനദിന തന്ദിന താനെ. എന്തമ്മ എന്തയ്യോ, ഈ ഉലകത്തിൽ പെണ്ണു കെട്ടരുതാരും. എന്തമ്മ എന്തയ്യോ, ആ ദുരിതത്തിൽ ചെന്നു വിടരുതാരും. എന്തമ്മോ പാലക്കലെ തോമാക്കുട്ടി, ശ്രാമിക്കലെ കൊച്ചു കുഞ്ഞു, പെണ്ണു കെട്ടി നാടു വിട്ടവരാടാ. മംഗലത്തെ അമ്മിണിക്കുട്ടി, മാടത്തറ മേരിക്കുട്ടി, കെട്ടിയോരെ തല്ലിക്കൊന്നവരാടാ. ഈ നാരി ഭരിച്ചിടം നരകം നട്ടിടമെല്ലാം മുടിഞ്ഞടാ. ഇക്കളികാലത്ത് ബുധനമാർക്കെല്ലാം മീശ കൂടി മുളച്ചാൽ എന്തയ്യോ. നമ്മെ വിളിക്കും കണ്ണേ, എന്റെ പൊന്നേ.
പേരൊന്നു കഴിഞ്ഞാൽ ഈ മറുതമുഖികൾ നമ്മെ വിളിക്കും കാലമാടാ. ഒന്നല്ല 100,000 പുതുപുത്തൻ നാമങ്ങളാൽ അഭിഷേകം ചെയ്യുന്നു നമ്മെ. കൈയിന്മേൽ കിട്ടിയതും കാലിന്മേൽ തടഞ്ഞതും എടുത്തിട്ടു വീക്കുന്നു നമ്മെ. ഈ നരികൾ വിശ്വദീപത്തിന്റെ നാരായ വേരുകളാ. കട്ടകാലത്തിനു കണി കണ്ടുപോയാലെന്നെല്ലാം എതിരുമടാ. എന്തയ്യോ എന്തയ്യോ ഈ ഉലകത്തിൽ പെണ്ണുകെട്ടരുതാരും എന്തമ്മോ. ഷാപ്പില് പുലിയാകും വീട്ടിൽ വെറും മെലിയാകും തോമാ അന്തിമോന്തടാ. അല്പം മകത്തായാൽ ഷാപ്പിൽ ഉറങ്ങും സുകുമാരനും വീട്ടിലോ വെറും തോല. ഒന്നല്ല 100,000 പ്രശ്നങ്ങൾ തീർത്തിടുവാൻ മരനീരു തന്നാടോ ശരണം. കള്ളിന്റെ ലഹരിയിൽ ഒതുക്കിടാം പെണ്ണും പിള്ളേ വീശടോ അല്പമേറെ. ഈ കള്ളന്ന പാനീയം ബ്രഹ്മാവു തന്നൊരു പ്രത്യേക ദാനമാടാ. അതുള്ളിക്കിടന്നാലോ പെട്ടെന്നു പെണ്ണുങ്ങൾ അറ്റാക്ക് ചെയ്യില്ലടാ. എന്തളിയോ എന്റമ്മോ എന്തയ്യോ ഈ ഉലകത്തിൽ പെണ്ണുകെട്ടരുതാരും എന്റമ്മോ എന്തയ്യോ ആ ദുരിതത്തിൽ ചെന്നു വിടരുതാരും എന്തമ്മോ. ഞാൻ പറയേണ്ടത് പറഞ്ഞു. നമ്മൾ ഈ കാര്യം ഗിരിയേട്ടെ അറിയിക്കാം. ബാക്കി കാര്യം അങ്ങനെ നോക്കട്ടെ. നിങ്ങൾ വാ. ആരെയും കാണുന്നില്ലല്ലോ. ഗിരിയേട്ടാ വിളിച്ചത് കേട്ട് കാണോ ആവോ. എടാ മൈക്കേ, നിന്റെ വിളി കേട്ടില്ല പിന്നെ ആരെ വിളി കേൾക്കാനാണ്? ഇതെന്തത് എല്ലാവരും കൂടി എന്താ പാസേട്ടാ? നമ്മുടെ കരയുടെ സ്വത്തായ പുഞ്ചക്കരി ചുണ്ടനെ വള്ളപ്പുരന്ന് മാറ്റി കൊടുക്കണമെന്ന് എന്നാര് പറഞ്ഞു? മാടഞ്ചേരി ഗജേന്ദ്രക്കുറുപ്പ്. നരേന്ദ്രക്കുറിപ്പിന് ആ സ്ഥലത്ത് എന്ത് കുന്തം പണിയാണത്രേ. കുന്തം അല്ല കോരുതേട്ടാ, ജിംനേഷ്യം. അവനത് മറ്റെവിടെങ്കിലും പണിതാ പോരെ? സ്ഥലം ഇഷ്ടം പോലെ കിടപ്പുണ്ടല്ലോ. അതെ, കുറുപ്പിന്റെ അച്ഛൻ ഷടാനന്റെ കുറിപ്പ് വള്ളം സൂക്ഷിക്കാനുള്ള സമ്മതപത്രം നാട്ടുകാർക്ക് എഴുതി തന്നിട്ടുള്ളതല്ലേ? ആ ഉടമ്പടി എഴുതുന്ന മൂത്ത കുറുപ്പും കൈപ്പറ്റിയ കേസുള്ള ചേട്ടനൊക്കെ മരിച്ചു പോയില്ലേ? എന്ത് വന്നാലും നാളെ അതെടുത്ത് മാറ്റാൻ അവരുടെ പ്ലാൻ. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? ഞാൻ പറയട്ടെ, ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് നിലയ്ക്ക് ഗിരിക്ക് ഈ പ്രശ്നത്തിൽ ഇടപെടാം. എന്തായാലും നിങ്ങൾ ഇപ്പൊ സമാനായിട്ട് പോ. നാളെ അവര് വെള്ളം ഇറക്കട്ടെ, അപ്പൊ നമുക്ക് നോക്കാം. നിങ്ങൾ ധൈര്യമായിട്ട് ചെല്ല്. പക്ഷെ ഞാനുണ്ടാവില്ല. ആര്? ഇതെന്താടാ? ഇത് മിലിറ്ററിയാ. വരുന്ന വഴി പട്ടാളത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. ഈ കുന്തം തള്ളി ഇറക്കി കഴിയുമ്പോ ക്ഷീണം മാറ്റണ്ടേ? അതെ അതെ. സമയം കളയാതെ കുന്തത്തിന് തള്ളി വെള്ളത്തിലോട്ട് കളയടാ. പ്രശ്നമൊന്നും ഉണ്ടാവൂലല്ലോ വലിയ ഉറപ്പേ. ഒരു പുല്ലും ഉണ്ടാവില്ലടാ. ഞങ്ങളുടെ പുരയിടത്തിൽ എന്ത് സൂക്ഷിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളാ. നോക്കി നിൽക്കാതെ ഈ കുന്തം എടുത്ത് പുറത്തോട്ട് കളയടാ. തൽക്കാലം നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടാണോ നരേന്ദ്ര? അത് പറയാൻ നീ ആരാടാ? ഇത് ഞങ്ങളുടെ കുടുംബ വസ്തുവാ, അല്ലാതെ നിന്റെ പഞ്ചായത്ത് പറമ്പല്ല. അതേ കുറുപ്പേ, ഇത് ജാമ്യം കിട്ടാത്ത കേസാ. വകുപ്പ് 100 മേളിൽ പോകും. ആ കിട്ടാനുള്ള വകുപ്പ് എനിക്കറിയാം. താ പോടും. നിങ്ങൾ ഇതിറക്കി വെള്ളത്തിലോട്ട് കളാ. ഏമാരൊരു ചുക്കും ചെയ്യില്ല. പരമ ആവശ്യമില്ലാത്ത പണിക്കിറന്ന് അടിച്ചതിന്റെ നെഞ്ചും കൂടെ തകർത്തളായി. പറഞ്ഞേക്കാം. പ്രമാണമില്ലാന്നുള്ള ബലത്തിൽ എന്ത് തോന്നിയാസാവെന്നാണോ കുറുപ്പേ? ഒന്ന് പോടാ അവിടുന്ന്. നിങ്ങൾ തളിക്കേ. നരേന്ദ്ര വേണ്ട, ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നവനല്ല ഞാൻ. ഇക്കാര്യത്തിൽ നിന്റെ വക്കാലത്ത് എനിക്ക് വേണ്ടതണ്ടി. ഇത് എന്റെ വസ്തുവാണെങ്കിൽ ഇതെടുത്ത് ഞാൻ വെള്ളത്തിൽ കളഞ്ഞിരിക്കും. നീ ഇടി കൊണ്ടേ പോവും. മിസ്റ്റർ, അനാവശ്യമായി ഒരാളുടെ കർണശക്തി കടിക്കുന്നത് IPC 110 പ്രകാരം 6 മാസം വരെ ശിക്ഷിക്കാവുന്ന കേസാണ്. ഇനി നിയമം നോക്കിയിട്ട് കാര്യമില്ല.
പൊതുസ്ഥലത്ത് വെച്ച് മദ്യപിക്കുന്നത് ശിക്ഷാർഹമാണെന്നറിയില്ലേ? ഓരാ അയ്യോ ഇല്ല, കുപ്പിയോട്ടം സമ്മതിക്കില്ല. ഇനി തൊട്ടു പോയി. എവിടെയായിരുന്നു ഇത്ര നേരം? ഇനി മേലിൽ ആ ചുണ്ടൻ വെള്ളത്തിനെതിരെ മാടഞ്ചേരിയിൽ ഏതെങ്കിലും ഒരുത്തിന്റെ ചൂണ്ടുവരല് പൊന്തി നിറഞ്ഞ ആ കൈ ഞാൻ വെട്ടും. ഇത് അരുണഗിരിയാ പറയണേ. ഏതരണഗിരി? അവൾ അവിടെ കിടന്നോട്ടെ, ആരെയും ബുദ്ധിമുട്ടിക്കണ്ട. ചേട്ടാ, വേറൊരു ഐഡിയ ഉണ്ട്. ഭീമൻ എവിടെ? അവൻ വെള്ളത്തിൽ പോയി. എന്റെ ഞാൻ എന്ത് ചെയ്യണമെന്ന് നിന്നോട് ആരാ പറഞ്ഞ ഇതൊക്കെ വാരി ഇവിടെ കൊണ്ടിടാൻ? കാലി കിടക്കുന്ന പായൽ വാരി കരക്കിടുക, അതാണ് എന്റെ ജോലി. അല്ലാതെ ഇവിടെ കിടക്കുന്ന പായൽ വാരി കൊണ്ടുപോകുന്നത് എന്റെ ജോലിയുടെ ഭാഗമല്ല. നിന്റെ ജോലിയുടെ ഭാഗം ഞങ്ങൾ മാറ്റി തരാമടാ. ഇയാളുടെ മെക്കിട്ട് കയറിയ ഈ പ്രശ്നത്തിന് സമാധാനാവോ? മോളാരാ പ്രശ്നപരിഹാരം കൊണ്ട് വന്നതാ? ഞാൻ ഇവിടുത്തെ ഗ്രാമസേവികയാണ്. ഓ അത് ശരി, നമ്മുടെ പഞ്ചായത്തിൽ അങ്ങനെ ഒരാളോ? ഈ പായലൊക്കെ എപ്പോ ഇവിടുന്ന് മാറ്റും? അതാ ഞങ്ങൾക്ക് അറിയേണ്ടത്. ഉടനെ തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞാ പറ്റില്ല. ഇതെന്ന് മാറ്റൂന്ന് പറ. അത് പഞ്ചായത്ത് കൂടി ആലോചിച്ചാലല്ലേ പറ്റൂ. കൃത്യമായ ഒരു ഉത്തരം പറയാതെ ഇവിടുന്ന് ആരും പോകത്തില്ല. നീ എന്തെവിടെ? വെറുതെ വന്നതാ. എന്നപ്പോ എന്താ മോനെ ഇവിടെ പാമ്പ് കളിയാ? കലേശനാ നിന്റെ ഷോയാണ്. നീയാണ് ഇവരുടെ നേതാവ് ആണെങ്കിൽ എങ്കിൽ നിനക്കെന്നെ ഇത് വാരിട്ടിട്ട് പഞ്ചായത്തിൽ പോയി കൂലി വാങ്ങിച്ചൂടെ? എടാ ഗോപി, സൂക്ഷിച്ച് സംസാരിക്കണം. എന്നെ നിനക്കറിയില്ല. അതെന്താടാ നിന്നെ അറിയാതിരിക്കാൻ? നീ ആ ഓശാരോമനയുടെ മോനല്ലേ? അതല്ലെങ്കിൽ അമ്മനെ മാറ്റിയാ? കലേശ, കലഹം വേണ്ട. നിന്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിയ പോരെ? കാർത്തികേയ, ഈ പായൽ മുഴുവൻ വാരി എന്റെ പറമ്പിന്റെ തെങ്ങിന്റെ ചോട്ടി കൊണ്ടിടും. പിന്നെ മല്ലികേ, കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് കർഷകർക്ക് സൗജന്യമായി കൊടുത്ത വാഴത്തൈ മുതൽ ആട്ടുംകുട്ടി വിതരണത്തിൽ വരെ വൻ അഴിമതി നടന്നിട്ടുണ്ട്. ഇതിനെപ്പറ്റി പല പരാതികളും നമ്മുടെ പഞ്ചായത്തിൽ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഒരു അന്വേഷണ റിപ്പോർട്ട് 24 മണിക്കൂറിനകം എനിക്ക് തരണം. ശരി സർ. മല്ലിക ഓഫീസിലേക്കാണോ? എങ്കിൽ ജീപ്പി കയറ്, വണ്ടിയിട്. ഇവിടെ തോണ്ടിയാണ് അവിടെയാണോ നോക്കണത്? വണ്ടിയിടോ. എടുക്കാൻ പറഞ്ഞു തേണ്ടി. എത്രയുണ്ട് മണിയപ്പാ? 13.5. നിന്റെയോ കാർത്തികേ? 10 ഉള്ളു വാസേട്ടാ. അതെന്താടാ ഇന്ന് കുറഞ്ഞു പോയത്? എന്നും കൂടുതൽ കള്ളുള്ളത് നിനക്കാണല്ലോ. തുടക്കൊരു മസിൽ പിടുത്തം, അതുകൊണ്ട് കളിക്ക പറമ്പിലും ചാങ്ങലൊന്നും കയറാൻ പറ്റില്ല. എന്നാ അളന്ന് ഒഴിക്കട്ടെ. നിന്റെ ഇരിക്കുന്നത് 10ന്റെ കന്നാസല്ലേ, അത് നിറ കന്നാസ്. പിന്നെന്തിനാടാ വെറുതെ അളക്കുന്നത്? എങ്കിൽ ജാറിലേക്ക് ഒഴിക്കട്ടെ. നിക്കടാ, നിനക്കെന്താ ഇന്നിത്ര ധൃതി? മണിയപ്പം പോയോടാ? ഇല്ല വാസോട്ടാ. ആ നീ പോയി ആ കളിക്കപ്പറമ്പിൽ ചാങ്ങയിലൊന്ന് കയറിയിട്ട് വാ. ഇവന് ഒരു മസില് പിടുത്തം. അയ്യോ അത് വേണ്ട ചേട്ടാ, ഞാൻ പോയിക്കോളാം. പോവണ്ടെന്നല്ല പറഞ്ഞത്. ഇനിയിപ്പോ ഏതായാലും അത് വേണ്ട. അല്ല വാസുവേട്ടാ, എത്ര കാലായി വാസുവേട്ടൻ ഷാപ്പിലെ പണി തുടങ്ങിയിട്ട്? അതിനെന്റെ പ്രായം തന്നെ അഗ്രി കണക്ക്. എന്നെ പെറ്റിട്ടതേ ഷാപ്പില. അമ്മയ്ക്ക് മുലപ്പാല് കുറവായതുകൊണ്ട് കുപ്പിയിലടച്ച മധുരക്കള്ള പകരം ഞാൻ കുടിച്ചിരുന്നു. അപ്പൊ അമ്മയുടെ മുലപ്പാലിന് സമമാണ് ഈ കള്ള് അല്ലേ? അതിന് 2 പക്ഷമുണ്ട്. പ്രകൃതിയും ദൈവവും നേരിട്ട് തരുന്നത് കള്ള് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ കള്ളിൽ എന്തെങ്കിലും കലർത്തിയാലേ അത് വിഷാവൂ അല്ലേ ഗോപിക്കുട്ട? അതെ വാസുവേട്ടാ, കാർത്തികം കൊണ്ടുവന്ന കള്ളിന്ന് ഒരു ഗ്ലാസ് ഇങ്ങോട്ട് എടുത്തേൻ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. എന്റെ കള്ള് ശുദ്ധ, ഞാനതിൽ വെള്ളമൊന്നും ചേർക്കില്ല. നീ അതിൽ വെള്ളം ചേർക്കുന്ന ആരെങ്കിലും പറഞ്ഞോ? പക്ഷെ ഇന്ന് അല്പം സ്പിരിറ്റ് ചേർത്തു അല്ലേ? നിങ്ങളിൽ ആരെയും ഒരു ജോലിക്കാരൻ നിലയ്ക്ക് ഞാൻ കണ്ടിട്ടില്ല. എന്റെ സ്വന്തം കൂടപ്പറപ്പിനെ പോലെ എല്ലാ സ്വാതന്ത്ര്യവും എന്റെ വീട്ടിൽ ഞാൻ നിനക്ക് തന്നിട്ടില്ലേ കാർത്തികേയ? എന്നിട്ട് നീ എന്നോട് അയ്യോ ഗിരീട്ട, ഞാൻ സ്പിരിറ്റ് ഒന്നും ചേർത്തിട്ടില്ല. ചേർത്തത് എന്റെ കള്ളിൽ സ്പിരിറ്റ് ചേർക്കാൻ നിന്റെ കൈ വറയ്ക്കും. അത് ചേർത്താൻ നിന്റെ കൈ അറക്കുന്നു നിനക്കറിയാം. നിന്നെ സംശയം തോന്നുന്ന അന്ന് മുതൽ നിന്റെ പിറകെ ഇവരുണ്ടായിരുന്നു. അതാണ്ട് അരുണഗിരി. ഇനി എനിക്ക് കണ്ടത് ഇത് സംവിധാനം ചെയ്ത ആ മാടഞ്ചേരിയിലെ ഗജേന്ദ്ര കുറുപ്പിനെ. സാർ ഇതങ്ങോട്ട് പിടിപ്പിച്ചേ, ഒരു ധൈര്യമൊക്കെ വരട്ടെ. ഇവരൊക്കെ ഇവിടെ ഉള്ളപ്പോ എനിക്ക് എന്ത് പേടിയാടോ?
അല്ല ഗജേന്ദ്രേട്ടൻ കഴിക്കുന്നില്ലേ? താൻ ആദ്യം കഴിക്കണോ? ഡ്യൂട്ടി ഉള്ളതല്ലേ. ഡ്യൂട്ടി കയറിയാ പിന്നെ മദ്യപിക്കാൻ സമയം കിട്ടിയില്ലെങ്കിലോ? ആ അത് ശരിയാ. ആ ഗിരിയെ കസ്റ്റഡിയിൽ എടുത്തിട്ട് വേണം എനിക്കൊന്ന് പെരുമാറാൻ. വെറുതെ അങ്ങനെ പെരുമാറിയാൽ മാത്രം പോരാ, ജാമ്യം കിട്ടാത്ത ഏതെങ്കിലും വകുപ്പിൽപ്പെടുത്തി അവന്റെ ഷാപ്പും പൂട്ടിക്കണം. നരേന്ദ്ര, ഞാൻ എക്സൈസ് ഇൻസ്പെക്ടറായിട്ട് കൊല്ലം 20 ഊരാൻ പറ്റാത്ത രീതിയിൽ ഞാൻ ചാർജ് ഷീറ്റ് തയ്യാറാക്കൂ. അത് മതി ലംബോദരൻ നായരെ. നമ്മുടെ കണക്കൂട്ടലിൽ പെശൊന്നും വരില്ലോ. ഈ വലിയ ഗ്രൂപ്പ് എന്തായി പറയുന്നത്? ഈ കൈമൾ വച്ചിട്ടുള്ള ആള് ഇതുവരെയും ആരുടെയും കാലിൽ തറക്കാതിരുന്നിട്ടില്ല. ഇതേ ഇന്നും ഇന്നലെയും തുടങ്ങിയ പണിയല്ല. കൃത്യസമയത്ത് ഫോണിൽ സന്ദേശം എത്തും, ഉറപ്പ്. റേഞ്ച് ഒക്കെ ഉണ്ടോ കൈമളെ? തനിക്കല്ലോ ഫോണിന്. ഇനി അവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയാലും ശിഷ്ടകാലം നേരെ ചൊവ്വേ നടക്കാൻ. ഇനി അവനെ കൊണ്ട് നേരെ ചൊവ്വ നടക്കാൻ പറ്റും തോന്നണല്ലേ കുറിപ്പ്? തന്റെ അഭ്യാസം കാണിക്കാനുള്ള സ്ഥലം ഇതല്ല. എനിക്ക് നന്നായിട്ട് അറിയടോ പന്നക്കുറിപ്പേ. പിന്നെ താൻ വിട്ട വേണം, അത് എന്റെ പേരിൽ വീഴാതെ ഞാൻ നോക്കിയിട്ടുണ്ട്. ചേടാ വലിയ കുറിപ്പപ്പോഴും കാണാൻ പെട്ടത് നമ്മളറിഞ്ഞില്ല. പുല്ലേ. എന്റെ ഗജേന്ദ്ര കുറുപ്പേ, തന്നോട് എത്ര തവണ പറഞ്ഞിട്ടുള്ളതാ ഗിരിയുടെ കണ്ടത്തിൽ കയറി വെതക്കല്ലേ വെതക്കല്ലേ എന്ന്? എടോ കുറുപ്പേ, നേരിട്ട് മുട്ടാൻ എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ള കാര്യ, പക്ഷേ അതിന് നേരും നെറിയും വേണം. മാടഞ്ചേരിക്കാരോട് ഏറ്റുമുട്ടാൻ പ്രാപ്തി ഉണ്ടാണോ നിനക്ക്? അതിനിവന് 7 ജന്മം ജനിക്കണം. അത് നേരാ. നിന്നെ പോലെ ആണും പെണ്ണും കെട്ടവന് 7 പോരാ നരേന്ദ്ര, ഒരല്പം കൂടി വേണ്ടി വരും. നീ ഒന്ന് പോടാ ഏറാം മൂളി. അതിനൊരുത്തൻ നിപ്പുണ്ടല്ലോ ഇവിടെ. താൻ കൂടുതൽ സംസാരിക്കണ്ട. ഓഹോ, അപ്പൊ സാറും കൂടി അറിഞ്ഞിട്ടുള്ള പരിപാടിയാണല്ലേ? കുറുപ്പേട്ടാ, താനിപ്പ എന്നോട് ചെയ്ത് പരമ ചെറ്റത്തരാ. നീ എന്ത് വർത്താനോടെ ഗിരി പറയണത്? ചെറ്റക്കുറിപ്പ് ചെറ്റത്തരല്ല, അത് പുണ്യകർമ്മം ചെയ്യോ? എന്നെ വീഴ്ത്താനുള്ള നിങ്ങളുടെ ആഗ്രഹം നല്ലതാ, പക്ഷേ അതിന് ബുദ്ധി ഉപയോഗിക്കാ വേണ്ടത്, അല്ലാതെ എന്റെ ഷാപ്പിലെ കളിയിൽ സ്പിരിറ്റ് ചേർക്കല്ല വേണ്ട. എന്റെ ഷാപ്പിലെ കള്ളിൽ സ്പിരിറ്റ് ചേർത്തുന്നു ആര്? ഓ, തന്തയ്ക്ക് പറയാൻ അറിയാഞ്ഞിട്ടല്ല, പക്ഷെ ഞാനിത് ഇവിടെ പറഞ്ഞ നന്ദികേടായിപ്പോ. നിങ്ങൾ മറന്നാൽ എനിക്ക് മറക്കാൻ പറ്റാത്തൊന്നുണ്ട്. നിങ്ങളുടെ അച്ഛൻ ഒരു ഗതിയും പരാഗതിയും കിട്ടാതെ ഈ നാട്ടിലെത്തി എന്നെ ഇന്ന് ഈ നിലയിലെത്തിച്ച ആ വലിയ മനുഷ്യനാ. ആ കടപ്പാട് ഓർത്തിട്ടാ നിങ്ങൾ ഓരോരുത്തരും കാട്ടിക്കൂട്ടുന്ന എല്ലാ കോപ്രായങ്ങളും ഞാൻ ക്ഷമിക്കുന്നത്. തൽക്കാലം ഇതും ഞാൻ ക്ഷമിക്കുക. ഇനി ഇതുപോലെ വല്ല നീക്കുപോക്ക് ഉണ്ടായാൽ നിങ്ങളെ 3 ഇതിനകത്തിട്ട് പച്ചക്ക് ഞാൻ കത്തിക്കും. അതെന്നെ കൊണ്ട് ചെയ്യിക്കരുത്. അവൻ കത്തിക്കും സാറേ. ചതിച്ചോ? പാവം ഉറക്കത്തിൽ ഭക്ഷണം കഴിക്കണം. മാമ കുട്ടമില്ല അയ്യോ, എന്റെ പൊന്നമാനെ, ഇന്ന് ഞാൻ ഒരു കുപ്പി പോലും വിട്ടിട്ടില്ല. മാമ, ഇത് ഞാനാ ഗോവർദ്ധനൻ. എന്താ എന്താ ആരലറിയത്? ഞങ്ങളല്ല, മാമനാ. വാട്ട് ഹാപ്പൻഡ് ദാറ്റ്? മോനെ, ഞാൻ വിചാരിച്ചു പോലീസുകാരായിരിക്കും. ഓഹോ, എടാ, നിനക്ക് വരുമ്പോ പറഞ്ഞുകൂടെ പോലീസ് അല്ലെന്ന്? ആട്ടെ, നിങ്ങൾ എന്താ പതിവില്ലാതെ? ഒരു മിനിറ്റ്. ഓ, മാമ വരണ്ട, ഉറങ്ങിക്കോ. എന്താ പ്രശ്നം? ആ മാടഞ്ചേരി വെച്ച് കാര്യം പിടികിട്ടി. ആ പ്രശ്നത്തിൽ നിന്ന് എന്നെ വിട്ടേക്ക് ഗോവർദ്ധന. കണ്ണി ചോരില്ലാത്ത വർത്താനം പറയല്ലേ അണ്ണാ. നീ മിണ്ടരുത്. രണ്ടിനെ കൺമുമ്പിൽ കണ്ട അപ്പ കുത്തി മലത്തുന്ന ഗിരി പറഞ്ഞേക്കണത്. അല്ല ഗോവർദ്ധന, എന്താ നിന്റെ ഉദ്ദേശം? അണ്ണാ, അതാ പന്ന കൈമള് ചെയ്ത പണിയാണെന്നേ. കൈമള് പറഞ്ഞിട്ടാ ഞാൻ അവിടുത്തെ ആടിനെ ചികിത്സിക്കാൻ പോയത്. ആടിനെ ചികിത്സിക്കാൻ പോയത് പിന്നെ അതിനെ പുന്നാമ്പുറത്തേക്ക് ഓടിയത്? അത് പിന്നെ ആടിന് മരുന്ന് കലക്കി കൊടുത്തോണ്ടിരുന്നപ്പോ ഉമ്മറത്ത് ബഹളം കേട്ട്. അതെന്താണെന്ന് അറിയാൻ ഞങ്ങൾ വന്നപ്പോഴാണ് നിങ്ങളെ കണ്ടതും ഞങ്ങൾ ഓടിയതും അല്ല അണ്ണാ? അതെ. എടാ, കൂട്ടത്തിൽ നിന്നും കുഴി കുത്തുന്നവനെ കുത്തി മലത്തുന്നവനാണ് ഗിരി. അതുകൊണ്ട് എന്റെ പൊന്നുമക്കൾ വേഗം സ്ഥലം വിട്. ചെല്ലി. അങ്ങനെ കൂട്ടത്തിലുള്ള സ്വന്തം അളിയനെ കുത്തിയൊന്നും ഇല്ലായിരിക്കും അല്ലേ? അളിയനെ കുത്തിക്കൊല്ലാൻ പോണത് ഈ കുട്ടനാട്ട് ആദ്യമായിട്ടാ. ഈശ്വര, അത് ഞാൻ കാണേണ്ടി വരുമല്ലോ. തല്ലി കൊല്ലണമായിരുന്നു അവിടെ വെച്ച് തന്നെ. എന്തിനാ എനിക്ക് ഇങ്ങനെ ഒരു ഭർത്താവ്? മോശം തൊലയത്തുമില്ല. എടി, അറം പറ്റുന്ന ഒന്നും പറയാതെ. എനിക്ക് വേണ്ടമ്മ അങ്ങനെ. എന്റെ അണ്ണന് നേരെ കൈ ചൂണ്ടുന്നൊന്നും ഈ അനിയത്തിക്ക് വേണ്ട. സാരമില്ല മോളെ, എനിക്കിപ്പോഴും അവനോട് ഒരു വിരോധമില്ല. പക്ഷേ ഒരു പറ്റം വിഷപ്പാമ്പുകളുടെ കൂട്ടത്തിലാ ഈ വീട്ടിൽ ചെന്ന് പെട്ടിരിക്കുന്ന ഓർക്കുമ്പോഴാ. മോനെ, സത്യം അറിയാതെ ശിക്ഷ വിധിക്കരുത്. അവൻ മറ്റെന്തെങ്കിലും കാര്യത്തിന് മാടഞ്ചേരി പോയതാണെങ്കിലോ? അമ്മ അവനെ ന്യായീകരിക്കാണോ? അല്ലടാ, എന്റെ ഒരു സംശയം പറഞ്ഞതേ ഉള്ളൂ. ഇവളെ ഞാൻ അവന് കൊടുത്തുപോയി. എന്റെ അനിയത്തിമാരുടെ കണ്ണുകൾ ഒരിക്കലും നനയരുന്ന് നിത്യം പ്രാർത്ഥിക്കുന്നവനാ ഞാൻ. തൊണ്ടപഴുത്ത ഇറക്കാനല്ലേ പറ്റൂ.
എന്റെ ഈശ്വര, നീ അവനെ മാടഞ്ചേരിക്കാരുടെ പന്തിന്ന് മാറ്റി തരണേ. എന്തിനാ അമ്മ മാറ്റുന്നത്? ആ പന്തിയിലിരുന്ന് സദ്യ ഉണ്ടാകാൻ പറ. നീ പോവണേ, ഇവിടെ വലിയൊരു സംസാരിക്കുമ്പോഴാ. ആരോ ഇങ്ങോട്ട് കിടന്നു വരുന്നു. ഡോളി 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 നമ്മുടെ പുരുഷമാണ് മുമ്പിൽ. എന്താടാ പുരുഷു, എന്ത് പറ്റി? ഡോക്ടറാണ് പെട്ടെന്നൊരു ബോധക്കേട്. ബോധമില്ലാത്തവന് ബോധക്കേട് വരുമോ? പിന്നെ ഇടക്കിടക്ക് പറഞ്ഞല്ലേ, കഴിഞ്ഞ ആഴ്ച 3 തവണ വന്നു. നിങ്ങൾ അണ്ണൻ ഇങ്ങോട്ട് കിടത്തി. വേണ്ട, ബോധമില്ലാത്തവനെയൊക്കെ നേരെ വാർഡിലേക്ക് മാറ്റിക്കോ. അത് ആരോഗ്യത്തിന് നല്ലത്. വാർഡിലേക്കാ? അതെവിടെ? ഈ വീട്ടിലെ വാർഡില് കുറെ നാൽക്കാലികളെ കെട്ടിയിട്ടുണ്ട്. നിനക്ക് അറിഞ്ഞൂടെ? അപ്പൊ തൊഴുത്തിലോട്ടാണോ? മൃഗങ്ങളെയൊക്കെ അവിടെ കിടത്തുന്നതാ നല്ലത്. വക്കീലേട്ടൻ വന്നേ, എനിക്കൊരു ഡിവോഴ്സ് നോട്ടീസ് തയ്യാറാക്കണം. നീ വാടി. വെരി ഗുഡ് ഡിസിഷൻ. ഈ ബന്ധം ഞാൻ പൊളിച്ചെടുക്കും. അയ്യോ, നീ എന്താ ആലോചിക്കുന്നത്? ഞാൻ നമ്മുടെ ഗോവർദ്ധനെ കുറിച്ച് ഒരു നിമിഷം ചിന്തിച്ചു പോയി. അത് വിട്ടുകളാഗിരി. അവനൊരു കഥയില്ലാത്തവനാ. അവൻ എങ്ങനെ കുറുപ്പിന്റെ സംഘത്തിൽ എത്തിയെന്ന എന്റെ സംശയം. എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി നീ ഇതിന്റെ പേരും പറഞ്ഞ് അവനെ തല്ലാനും കൊല്ലാനും നിൽക്കണ്ട. എടാ, സ്വർണത്തെ കെട്ടിയ കാലം മുതൽ അവളുടെ ഓഹരി ചോദിച്ചു തുടങ്ങിയതാ ഗോവർദ്ധനൻ. അതുകൊണ്ട് അതും കൊടുത്താൽ അവര് സമാധാനമായിട്ട് ജീവിക്കുമെങ്കിൽ ഞാനത് കൊടുക്കാൻ പോവാ. നിന്റെ തലക്ക് വല്ല ഓളം ഉണ്ടാ? ഓഹരി കിട്ടിയാൽ ഒരു വർഷം തികയുന്നതിന് മുമ്പ് അവനത് വിറ്റ് തുലയ്ക്കും. അത് 3.5 തരാ. അകത്തേക്ക് വരാമോ? വരൂ. എന്താ മല്ലിയെ? അന്വേഷണ റിപ്പോർട്ടുമായി വരാൻ പറഞ്ഞിരുന്നു. ആര്, ഞാനോ? അതിനിന്ന് ഞായറാഴ്ചയല്ലേ? മല്ലിയ ഇരിക്കി. കഴിഞ്ഞ വർഷത്തെ കാർഷിക വായ്പയുടെ പൂർണ്ണമായ റിപ്പോർട്ട് 24 മണിക്കൂറിനകം സാറിനെ കാണിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഞാനത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഉത്തരവാദിത്തമുള്ള ഒരു ഉദ്യോഗസ്ഥ നമ്മുടെ പഞ്ചായത്തിലും ഉണ്ട്. ഏതായാലും നിങ്ങൾ ഇരുന്ന് റിപ്പോർട്ട് വായിക്കും. ഞാനൊരു ചായ കുടിച്ചിട്ട് വരാം. അങ്ങനെ നീ ഇപ്പൊ ഒറ്റയ്ക്ക് ചായ കുടിക്കണ്ട, ഞങ്ങൾക്കും വേണം. അത്രയുള്ള നിങ്ങൾക്കുള്ള ചായ ഇതിൽ വാങ്ങിച്ച പോരെ? ഇപ്പൊ വരാം. ജാനമ്മ ഒന്നും അറിഞ്ഞിട്ടില്ല. അതെ അതെ. എന്താ കുറുപ്പ് സാറേ അർത്ഥം വെച്ചുള്ളൊരു പറച്ചില്? എനിക്ക് അങ്ങനെ അർത്ഥവും വൃത്തവും ഒന്നും ഇല്ല ജാനമ്മേ. ഒരു തൊഴിലാളിയെ ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് പറഞ്ഞു വിടാൻ ന്യായം. അതിനായി ചതിപ്രയോഗം നടത്തരുത്. ചതിയോ? ആരാ ചതിച്ചത്? ആ ഗോവർദ്ധനൻ അല്ലാതാരാ? പക്ഷേ സംഗതി കാർത്തികേയന്റെ കണ്ണിപ്പെട്ടു. അല്ലേലും അവനിപ്പോ അഴി എണ്ണിയനെ. ഒന്ന് വിശദമായി പറ കുറുപ്പ് സാറേ. മറന്നു വെച്ച് പോയതെന്തോ എടുക്കാൻ വേണ്ടി ഷാപ്പിൽ കയറിയ കാർത്തികേയൻ കണ്ടത് അവന്റെ കന്നാസിൽ സ്പിരിറ്റ് കലർത്തിക്കൊണ്ടിരുന്ന ഗോവർദ്ധനെയാണ്. എന്നിട്ട് എന്താകാൻ? സംഗതി മനസ്സിലാക്കിയ കാർത്തികേയൻ അവൻ എടുത്തിട്ട് അങ്ങ് പൊരിച്ചു. മർദ്ദന മർമ്മത്ത് കിട്ടിയപ്പോ സത്യം പറഞ്ഞു. എന്തോന്ന് സത്യം? അവനെ കൊണ്ട് ഇത് ചെയ്യിച്ചത് അരുണഗിരിയാണെന്ന്. എന്നിട്ട് ഈ നാട്ടുകാരും അറിഞ്ഞില്ലല്ലോ. അതങ്ങനെ അറിയാനോടോ മാത്തച്ച? നിമിഷങ്ങൾക്കകം അവരൊക്കെ കൂടി വാദിയെ പ്രതിയാക്കിയില്ലേ? ആ കാർത്തികൻ ഇത് കണ്ടില്ലായിരുന്നെങ്കിൽ അവിടെ നിന്ന് കുടിക്കുന്ന നിങ്ങളൊക്കെ കണ്ണും പോയി മണ്ണിനടിയിലായനെ. ഓ, ഇതെനിക്ക് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. ഓ, ജാനമ്മയ്ക്കെന്നല്ല ആർക്കും വരില്ല വിശ്വാസം. അത്രയ്ക്ക് സീക്രട്ട് ആയിട്ടല്ലയോ അവര് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. പണ്ടേ ഞാനവനെതിരാന്നാ നിങ്ങളൊക്കെ പറയുന്നത്. ഇനി മറ്റേ കാര്യം കൂടി അറിഞ്ഞ ഈ ജാനമ്മ എന്നെ പറയും. അതും പറഞ്ഞോണ്ടൊക്കെ നമ്മളന്ന്. അതെന്ത് കാര്യമാ വലിയ ഉറുപ്പേ? വേണ്ട വേണ്ട, ഒന്നുമില്ലടോ. അപ്പൊ എന്തോ ഉണ്ടല്ലോ. താൻ പറയടോ. പുതിയ ഗ്രാമസേവിയുണ്ടല്ലോ ആ മല്ലിക, അവളിപ്പോ സദാസമയവും ഗിരിയുടെ വീട്ടില. എന്ന് വച്ചാ ഊണും ഉറക്കവും. ഇനിയിപ്പൊ എന്തൊക്കെയാ നടക്കാൻ പോകുന്നതെന്ന് ദൈവത്തിനറിയാം. എടോ കൈമളെ, പോക്കൃത്തരം പറയരുത്. പോക്കൃത്തരോ? ഇത് കൊള്ളാം. ഇപ്പൊ സദാസമയവും പ്രസിഡന്റിന്റെ ജീപ്പിലാ അവിടെ സഞ്ചാരം. അല്ലേലും ഉള്ളത് പറഞ്ഞ പണ്ടേ ഈ ജാനമ്മയ്ക്ക് പിടിക്കില്ല. വലിയ ഉറപ്പേ, ഈ വക കാര്യങ്ങളൊന്നും ഇവിടെ വന്നിരുന്ന് ഒലത്തരുത്. ഒലത്തൊക്കെ കാലമായി. നീ അകത്ത് പോയി കറുവ് പൊട്ടിച്ചത് വാങ്ങി വെക്ക. വലിയ ഉറുപ്പിന് എന്താ ചായ കിട്ടിയില്ലേ? ഓ, ധൃതിയില്ലടോ ജപ്പാനെ, പതുക്കെ മതി. ആയിക്കോട്ടെ. 3 ചായ എടുത്തോ ജപ്പാൻ കുട്ടി. 2 ഫ്ലാസ്കിലും 1 എനിക്കും. എനിക്കുള്ളത് ഇത്തിരി സ്ട്രോങ് ആയിട്ട് എടുത്തോ. ഫ്ലാസ്കിൽ ആർക്കാ? നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിന് ഗ്രാമസേവിയക്കുവാ. അവിടെ പഞ്ചായത്ത് ഓഫീസിൽ എന്തോ ഡിസ്കഷൻ നടക്കാം. വേഗം വേണേ. ഡിസ്കഷൻ, പഞ്ചായത്ത് ഡിസ്കഷൻ. എന്തായിടോ? എല്ലാം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഓക്കെ. പേടഞ്ഞ കൊമ്പൻ ഇന്ന് വാരിക്കുഴി വീഴും. വീണു. എന്താ നരേന്ദ്ര ഇവിടെ ഒരു ആൾക്കൂട്ടം? ഓഹോ, അപ്പൊ നിനക്കൊന്നും അറിഞ്ഞുകൂടല്ലേ? ഇതാരാ പൂട്ടിയിട്ടത്? പൂട്ടിയതാരും ആയിക്കോട്ടെ, എന്ന് തുടങ്ങി നീ ഈ പണി? എന്തു പണി? ഈ പണിക്ക് ഈ നാട്ടിൽ പറയുന്ന പേര് കൂട്ടിക്കൊടുപ്പെന്നാ. ഇവൻ ഈ പണി തുടങ്ങിയിട്ട് കുറെ നാളായി. കുപ്പി കച്ചവടമൊക്കെ ഇവൻ എന്നേ നിർത്തി.
ഇപ്പൊ മെയിൻ പണി ഇതാ. നല്ല കോളല്ലേ ഗോപിക്കുട്ടന്. എടാ കലേശ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ നിന്റെ പല്ലടിച്ച് താഴെ ഇടും. എന്നാ അടിക്കണോ? അയ്യോ. എങ്ങോട്ടാടാ? വാതിൽ തുറക്കാൻ. അങ്ങനെ നീ ഒരു പുല്ലും തുറക്കണം. ഗോപിക്കുട്ട വേണ്ട, അവരെന്താന്ന് വെച്ചാ ചെയ്യട്ടെ. ചെയ്യാൻ പോവാടാ. ആ പത്രക്കാരൊന്ന് വന്നോട്ടെ. നിങ്ങൾ എന്തായി കാണിക്കുന്നേ? ആ വാതിലൊന്ന് തുറന്നേ. തുറക്കാം, വേണ്ടപ്പെട്ടവരൊക്കെ ഒന്ന് വന്നോട്ടെ. അവധി ദിവസം പഞ്ചായത്ത് പ്രസിഡന്റും ഗ്രാമസേവികയും കൂടെ നടത്തുന്ന സേവന കർമ്മം ഈ നാട്ടുകാർ കൂടി ഒന്ന് അറിഞ്ഞോട്ടെ. അറിയുന്ന പ്രസംഗിച്ചോട്ടെ. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഈ നാടിന്റെ അഭിമാനവും ജനപ്രിയനുമായ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിന് ഒരു അബദ്ധം പറ്റിപ്പോയി. അത് നിങ്ങളൊക്കെ കൂടി ഇങ്ങനെ ഊതി പെരുക്കി ഒരു വലിയ പ്രശ്നമാക്കരുത്. സദാചാരവാദിയാണേലും അങ്ങേരും ഒരു പച്ച മനുഷ്യനല്ലേ. മനുഷ്യ സഹജമായ മോഹങ്ങളും വികാരങ്ങളും അദ്ദേഹത്തിനും കാണില്ലേ. ഒരവസരം ഒത്തു കിട്ടിയപ്പോ അദ്ദേഹം തന്റെ അന്തർദാഹം ഒന്ന് ഒഴുക്കി വിട്ടു. മേനകയുടെ മുമ്പിൽ മഹാമുനിയായ വിശ്വാമിത്രൻ പോലും വീണുപോയില്ലേ. സുന്ദരിയായ ഗ്രാമസേവികയ്ക്ക് മുന്നിൽ പാവമരണഗിരിയുടെ ബാലൻസ് തെറ്റിപ്പോയി. അദ്ദേഹത്തെ പങ്കാളിയെ തുറന്നുവിടാൻ നിങ്ങൾ അനുവദിക്കണം. വേഗം പ്രസിഡന്റിനെ തുറന്നുവിടൂ. വിഷമിക്കാനൊന്നുമില്ല പ്രസിഡന്റ്. ഇവിടെ ആയതുകൊണ്ടല്ലേ പ്രശ്നമൊക്കെ ഉണ്ടായത്. തനിക്ക് മല്ലികയും കൂട്ടി വല്ല കൊടക്കനാലോ മൂന്നാറിലോ പോകാൻ പാടില്ലായിരുന്നു. കലേശ, ഗ്രാമസേവിക്ക് നല്ല ക്ഷീണം കാണും. പാവം ചായയോ കാപ്പിയോ നാരങ്ങയോ സോഡയോ സർബത്തോ വാങ്ങിക്കൊടുത്ത് ആട്ടോ കയറ്റി വിട്. നമുക്കിനി പിരിയാം. എന്താടി കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കുന്നേ? നിന്റെ ആ പേട്ട വക്കീലിനോട് പറഞ്ഞു ഒരു മുൻകൂർ ജാമ്യം എടുത്തു വെച്ചോ. ആർക്ക്? നിന്റെ പുന്നാരാങ്ങളക്ക്. അവനിന്ന് പഞ്ചായത്ത് ഓഫീസിൽ കാണിച്ചു വെച്ച പുകലൊക്കെ നീ അറിഞ്ഞോടി? തെറിവിളി ഒന്നും ഇവിടെ വേണ്ട. പഞ്ചായത്ത് ഓഫീസിൽ എന്ത് കൂത്ത് നടന്നു എന്നാ നിങ്ങൾ ഈ പറയുന്നേ? അവിടെ ഇന്ന് എന്റെ അളിയൻ എന്ന് പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റും മല്ലിക എന്ന ഗ്രാമസേവിയും കൂടെ പട്ടാപ്പകൽ അടച്ചിട്ട മുറിയിൽ ലേല സമ്മേളനം നടത്തിയെന്ന്. എന്റെ അണ്ണനെ പറ്റി വേണ്ടാതിനെ പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞെന്താടി? നീ നിന്റെ അണ്ണനും കൂടി എന്നെ മൂക്കി കയറ്റു. അതൊക്കെ പണ്ട്. ഇനി എങ്ങാനും എന്നെ തൊട്ടാൽ എല്ലാത്തിനും ഞാനുണ്ടല്ലോ. എന്താ ഇത്? ഇവിടെ മറ്റുള്ളവർക്കെങ്കിലും കുറച്ച് സ്വസ്ഥത തന്നൂടെ? ഇതാര് മദർ തെരേസയോ? നിങ്ങളുടെ മകൻ ഇപ്പൊ എത്ര വയസ്സായി? എത്ര വയസ്സായാലും നിനക്ക് എന്താ പ്രശ്നം? പ്രശ്നങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അയാളെ പിടിച്ച് കെട്ടിക്ക്. നിങ്ങളുടെ മോളെ കെട്ടിയെങ്കിൽ അന്തസ്സുള്ള ഒരു കുടുംബത്തിലുള്ളതാ ഞാൻ. ഓ, നിങ്ങളുടെ കുടുംബത്തിന്റെ അന്തസ്സിനെ കുറിച്ച് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ മോളെ ഉങ്ക് കണ്ടോ? അവൾക്ക് തന്നെ വെറും പുച്ഛം. നിങ്ങളുടെ പൊന്നാര മോന് പട്ടാപ്പകല് ഗ്രാമസേവിയെ സേവിക്കാം. നിങ്ങളെ മോളെ കെട്ടിയ എനിക്ക് രാത്രി പോലെ നിന്റെ പരട്ട തള്ള എന്നെ തല്ലി. നീ നോക്കി നിന്നല്ലേ? അതെ, തല്ലി. വേണ്ടി വന്ന ഇനിയും തല്ലും. ഞാൻ ചെയ്തത് എന്റെ അമ്മ ചെയ്തത്. അതോർത്താൽ നിങ്ങൾക്ക് കൊള്ളാം. നീ ഇതുവരെ ഉറങ്ങിയില്ലേ? ഉറക്കം വരുന്നില്ല അമ്മേ. വെറുതെ ഓരോന്നും ആലോചിച്ച് കൂട്ടണ്ട. ഇന്നേ ദിവസം മോനൊന്നും കഴിച്ചില്ലല്ലോ. ഒന്നും വേണ്ട, അമ്മ പോയി കിടന്നു. മോനൊരു കാര്യം ചെയ്. നാളെ മല്ലിയുടെ വീട് വരെ ഒന്ന് പോണം. സത്യം എന്താണെന്ന് അവളുടെ അച്ഛനും അമ്മയ്ക്കും അറിയില്ലല്ലോ. ഞാൻ പോകാം, പക്ഷെ അവരുടെ പ്രതികരണം. അവരെന്ത് വേണേലും പറഞ്ഞോട്ടെ. എന്റെ മോൻ അതൊന്നും കാര്യമാക്കണ്ട. നീ തെറ്റുകാരനല്ലെന്ന് മറ്റാരെക്കാളും ഈ അമ്മയ്ക്കറിയാം. മതി അമ്മേ. അമ്മയുടെ നാവിൽ നിന്ന് ഇതൊന്ന് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു ഞാൻ നാളെ പോവാം. ഇവിടെ ആരുമില്ലേ? ആരാ? അമ്മേ, ഇത് മല്ലികയുടെ വീടല്ലേ? നിങ്ങളാരാ? ഞാൻ അരുണഗിരി.
മല്ലിക ജോലി ചെയ്യുന്ന പഞ്ചായത്തിന്റെ പ്രസിഡന്റാ. ഓ അപ്പൊ ഇതാണല്ലേ ആള്. അവൾക്ക് ഇവിടെ സ്വസ്ഥത കൊടുക്കില്ലെന്നാണോ? അമ്മേ ഞാൻ മിണ്ടരുത്. ആരും തുണയില്ലാത്തൊരു പാവം പെണ്ണിന്റെ മാനമാ നിങ്ങളെല്ലാം കൂടി തകർത്തത്. അവളെ വേദനിപ്പിച്ച അവന്മാരെ തലയിടിച്ചേ വീഴും. നിൽക്ക്. മോനെ ഞാൻ കുറ്റപ്പെടുത്തിയതല്ല, എന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. അവളെ സ്നേഹിക്കുന്ന ആർക്കും ഇത് സഹിക്കാൻ കഴിയില്ല കുഞ്ഞെ. അപ്പൊ അമ്മ? എന്റെ വീട് അപ്പുറത്താ. മല്ലികയുടെ അച്ഛനും അമ്മയും മരിച്ച പിന്നെ ഞാനാ അവക്കൊരു അന്തിക്കൂട്ട്. മല്ലിക അകത്തുണ്ട്. ആ സംഭവത്തിന് ശേഷം ഇതുവരെ അവള് ജലപാനം കഴിച്ചിട്ടില്ല. കഥ കടച്ച് ഒരേ കിടപ്പാ. ഞാൻ വിളിക്കാം, മോനിരിക്ക്. മോളെ എന്ത് കിടപ്പാ മോളെ ഇത്? ഒന്ന് എഴുന്നേറ്റേ, ആ പ്രസിഡന്റ് വന്നിരിക്കുന്നു. എന്നെ എങ്ങനെയെങ്കിലും അപമാനിക്കായിരുന്നു കുറുപ്പിന്റെ ലക്ഷ്യം. അതില് മല്ലികയും പെട്ടു. സാരമില്ല സാർ. ദുരന്തങ്ങൾ പിന്തുടരുന്ന ഒരു പാഴ് ജന്മം എന്റേത്. ഇതും അതുപോലെ ഒന്നായി ഞാൻ കണ്ടിട്ടുള്ളൂ. സാറ് വന്നത്? മല്ലിക നാളെ മുതൽ ഓഫീസിൽ വരണം. അത് പറയാനാ ഞാൻ. എന്നോട് ക്ഷമിക്കണം സർ. ഉടനെ ഒന്നും ജോലിക്ക് വരാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ല ഞാനും. ഒരു സ്ഥലം മാറ്റം വാങ്ങി ദൂരെ എവിടേക്കെങ്കിലും പോയാലോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. ആ സംഭവം തന്റെ മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിച്ചെന്ന് എനിക്കറിയാം. എന്ത് തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യവും മല്ലികയ്ക്കുണ്ട്. എന്നാലും ഞാനൊന്നും ചോദിച്ചോട്ടെ? നാടിന് ശാപമായ ചിലർ ചെയ്ത തെറ്റിന് ആ നാടിന് മുഴുവൻ വെറുക്കണോ? നിനക്കുണ്ടായി അപമാനത്തിൽ നിന്നും നിന്നെ രക്ഷിക്കാനുള്ള അവകാശമെങ്കിലും എനിക്ക് തരണം. കാരണം ഞാൻ മൂലം അതുണ്ടായേ. നിന്നെ കൂട്ടിക്കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. എന്തായാലും ചേട്ടന്റെ കണക്കൂട്ടല് ശരിയായി. ഇപ്പോഴാ ഒരു മാടഞ്ചേരി കുറുപ്പന്മാരെ പറ്റി മനസ്സിലായത്. സംഗതി പെണ്ണ് കേസാ. മാനവും പോവും, അഴിയെണ്ണും. വലിയ മിടുക്കായി പോയി. നാണോ ഇല്ലേ മനുഷ്യ നിങ്ങൾക്ക്? നിങ്ങൾക്കൊക്കെ പക തീർക്കാൻ ഒരു പെണ്ണിന്റെ മാനത്തെ കരിവാക്കുന്നത് അത്ര വലിയ ആണത്തൊന്നുമല്ല. നീ അടുക്കളയിൽ പോടി. നിന്നെ ആരാ ചോദിച്ചത്? നിങ്ങൾക്ക് ഒരു പെങ്കൊച്ചുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. ചീത്തപ്പേര് അങ്ങോട്ട് മാത്രമല്ല ഇങ്ങോട്ടും വന്നുകൂടായെന്നില്ല. അതോർത്താ നന്ന്. നോക്കണ്ട, ഇങ്ങോട്ട് പാടി. പോയി, എല്ലാം പോയി. എന്ത് ലിവറോ? അല്ല അല്ല ഉറുപ്പേ, തൊലഞ്ഞു, എല്ലാം തൊലച്ചു. ആരെന്ത് തൊലച്ചടോ? മല്ലികയും അരുണഗിരിയും തമ്മിൽ കല്യാണം കഴിച്ചത്. ആഹാ, ഇന്ന് രാവിലെ പൊളിങ്കുന്ന് വെച്ച രജിസ്റ്റർ കല്യാണമായിരുന്നു. ഇത്രയും കോലാഹലം ഉണ്ടാക്കിയത് വെറുതെ ആയല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യുക? കഷ്ടം. ഗണപതിക്ക് വെച്ചത് കാക്ക കൊണ്ടുപോയി. തല്ലി കൊല്ലടോ കാക്കെ. ചേട്ടാ, ഏതായാലും ഒരു കല്യാണം കഴിച്ചു. നമുക്ക് അവരെ വിളിച്ചൊരു വിരുന്ന് കൊടുത്താലോ? എന്നിട്ട് അവരുടെ കൂടെ ഇരുന്ന് നിനക്ക് മൂക്ക് മുട്ട ഞാൻ അതിനകത്ത് പോടാ വിവരം കേട്ടവനെ. ഇവിടെ ഇരുന്നാ ഞാൻ യവനം വല്ലതും ചെയ്തു പോകും. ഞാൻ നടക്കുക തണ്ണി. അരുണഗിരിയില്ലേ? ഇല്ല, ഇപ്പൊ പുറത്തേക്ക് പോയി. എന്താ സാർ കാര്യം? ഏയ് പ്രത്യേകിച്ചൊന്നുമില്ല. വരുമ്പോ സി ഒന്ന് അന്വേഷിച്ചു പറയാം. ഇവനെ കോടതി കൊണ്ടുപോയില്ലേ? മാധവൻപിള്ള എത്തിയിട്ടില്ല സാർ. സാർ അന്വേഷിച്ചു പറഞ്ഞു. ഞാനല്ല, സി എ അശോക് സാർ അന്വേഷിച്ചത്. എന്താ സാർ കാര്യം? സി എ കണ്ടാ മതി. ഓ, ആ ഗിരി, തന്റെ കല്യാണം കഴിഞ്ഞു? അങ്ങനെ സംഭവിച്ചു പോയി സാർ. എന്നിട്ടെന്താ ഞങ്ങളെയൊന്നും വിളിക്കാതെ? ആരെ അറിയിക്കാൻ പറ്റിയില്ല. അപ്പൊ ക്ഷണവുമില്ല ചെലവുമില്ല അല്ലേ? അങ്ങനെയൊന്നുമില്ല. താൻ എന്നെ ക്ഷണിച്ചില്ലെങ്കിലും എന്റെ മംഗളാശംസ. താങ്ക് യു സാർ. പടം
മേ കമിൻ സാർ? യെസ്, വരൂ. താങ്ക് യു. നമസ്കാരം സാർ. സാർ, ഇതാണ് അരുണഗിരി. I am Shanmugavel. എന്താ മോളെ അവൻ ഒറ്റയ്ക്ക് എവിടെ ഇരിക്കുന്നത്? എനിക്കറിയില്ലമ്മേ. ഞാൻ ചോദിച്ചിട്ടാണെ ഒന്നും പറഞ്ഞതുമില്ല. നീ ചെന്ന് കിടക്കാൻ നോക്ക്, അവൻ വരും. നീ എന്തിനാ മോനെ മഞ്ഞും കൊണ്ട് ഇവിടെ ഇരിക്കുന്നേ? വെറുതെ. എന്തിനാ CI നിന്നെ വിളിപ്പിച്ചത്? എന്തേലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല അമ്മേ. മോനെ, നിന്റെ മുഖമൊന്ന് മാറിയാൽ ഈ അമ്മയ്ക്കത് മനസ്സിലാവും. എന്തോ കാര്യമായ പ്രശ്നം നിന്നെ അലട്ടുന്നുണ്ട്. ഇന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഷൺമുഖവേലു സാറിനെ ഞാൻ കണ്ടു. ഓ, പഴയ ഇൻസ്പെക്ടർ. അത് തന്നെ. അങ്ങേർക്ക് നിന്നെ മനസ്സിലായോ? അദ്ദേഹം പറഞ്ഞിട്ടാ CI എന്നെ വിളിപ്പിച്ചത്. ഷൺമുഖവേലിന് എങ്ങനെ അറിയാം നമ്മളിവിടെ ഉണ്ടെന്ന്? അങ്ങേര് എന്ത് പറഞ്ഞു നിന്നോട്? ഈ നാട്ടിൽ വന്നിട്ട് എത്ര കാലായെന്ന് ചോദിച്ചു. അത്രേ ഉള്ളോ? ഞാനങ്ങ് പേടിച്ചു പോയി. പക്ഷേ അമ്മേ, ഷൺമുഖവേലു സാറിന്റെ ഈ വരവ് അത്ര നിസ്സാരമായിട്ട് കാണാൻ പറ്റുന്നില്ല എനിക്ക്. എന്ന് വെച്ചാൽ 10-20 വർഷം നമ്മളെ കുറിച്ച് ഒന്നും അന്വേഷിക്കാത്ത ഒരാൾ പെട്ടെന്നൊരു ദിവസം വരാന്ന് പറഞ്ഞാൽ അതിലെന്തോ പന്തികേടുണ്ട്. എന്ത് പന്തികേട്? ഒന്നുമില്ല, എല്ലാം നിന്റെ തോന്നലുകളാ. നീ എന്ത് കിടക്കാൻ നോക്ക്. വെറുതെ അവളെ കൂടെ എന്തിനാടാ വിഷമിപ്പിക്കുന്നത്? ചെല്ല്, ചെല്ലടാ. എന്റെ മുരുക കാത്തോണേ. എന്റെ അമ്പലപ്പുഴ കൃഷ്ണ, എന്റെ ശത്രുക്കൾക്കൊന്നും നല്ലത് വരുത്തല്ലേ. എത്രയും പെട്ടെന്ന് ആ അരുണഗിരി നാണം കെട്ട് രാജിവെച്ചൊഴിയണേ കൃഷ്ണ. ഓ, അയാളോ? ഇവിടെ ആരും ഇല്ലേ? ഉണ്ട്. എന്താടോ രാവിലെ വന്നിട്ടുള്ള ഒരാള് കാണാൻ വന്നിരിക്കുന്ന കാര്യം? എന്തോ വിവരം അറിയാനാ. അതിന് വിവരാവകാശ കമ്മീഷന് പോവാൻ പറ. പ്രാർത്ഥനയും മുടങ്ങി. വന്നതല്ലേ, ഒന്ന് കണ്ടേച്ചു പോട്ടെ. കണ്ടേച്ചും പോവാൻ പറ. ആരാ? മനസ്സിലായില്ല. ഇത് ഗജേന്ദ്രക്കുറുപ്പ്, ഈ നാട്ടിലെ വലിയ പ്രമാണിയാ. എന്നെ കുറിച്ച് നാട്ടുകാരോട് ചോദിച്ചാൽ മതി, അവര് പറയും. പോരെങ്കിൽ ഞാനൊരു മാന്യനുമാണ്. ഇയാൾ ആരാന്ന് പറയണോ കൈമളെ? വല്ല പിരിവുകാരനാണെങ്കിൽ 5 പത്തോടത്ത് വിട്ടേക്ക്. അയ്യോ വലിയ ഇത് തമിഴ്നാട്ടിൽ നിന്ന് വന്ന പോലീസാ. ഓഹോ, പോലീസോ? SI ഏമാനോ എന്നെയും കൂട്ടി വിട്ടത്. അകത്തോട്ടിരിക്കാം. I am Shanmugavel, Superintendent of Police from Tamil Nadu. നമസ്കാരം. എന്നാച്ചേ? ഉക്കാരങ്ക. അയ്യോ, ഒരു പോലീസ് സൂപ്രണ്ടിന്റെ മുന്നിൽ ഇരിക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. കളങ്കമില്ലാത്ത മനസ്സായതുകൊണ്ടാണ് അദ്ദേഹം തുറന്നു പറഞ്ഞത്. പരവായില്ല, ഉക്കാരങ്ക. ഇരിക്കാൻ. Sit down. സാറേ, പണ്ടങ്കാണ്ട് ഞാൻ കന്യാകുമാരി കാണാൻ വന്നിട്ടുള്ളതല്ലാതെ തമിഴ്നാടുമായിട്ട് എനിക്ക് ഒരു ബന്ധവും ഇല്ല. ഓ, அப்படியா? ஓகே. இந்த ஊர் பஞ்சாயத்து பிரசிடென்ட் அருணகிரியா உங்களுக்கு எத்தனை நாளா தெரியும்? കുറെ നാളായി തെരി. അവൻ എന്ന് ഈ മണ്ണി കാല് കുത്തിയോ അന്ന് നഷ്ടമായതാ എന്റെ മനസ്സമാധാനം. സാറിനറിയോ എത്ര ഏക്കർ ഭൂമി അവൻ എന്റെ അച്ഛനെ പാട്ടിലാക്കി ഊറ്റിയെടുത്തത്? அப்படியா? உங்களுக்கும் அருணகிரிக்கும் ஏதாவது சம்பந்தம் இருக்கா? സംബന്ധം? ആ പരദേശി പരിചയം കേട്ടോ. ഞങ്ങൾ 1-ാം തരം ചാങ്ങയിലെ കുറുപ്പന്മാരാ. എന്റെ മോളെ അവന് സംബന്ധം ചെയ്ത് കൊടുക്കാൻ എന്ത് യോഗ്യത അവനുള്ളത്? സാറ് ബ്രോക്കർ പണിക്കാണോ വന്നത്? மிஸ்டர் குரூப், நீங்க என்ன தப்பா புரிஞ்சுக்கிட்டு இருக்கீங்க. நான் சொல்ற சம்பந்தம் நீங்க நினைக்கிற சம்பந்தத்துக்கான அர்த்தம் கிடையாது. ஒரு ரிலேஷன்ஷிப், அதுதான் நான் சொல்றேன். മാന്യതയുള്ള ആരെങ്കിലും അവനായിട്ട് ബന്ധപ്പെടുവോ സാർ? அப்படின்னா அவங்க இந்த ஊருக்கு வந்து எத்தனை வருஷம் ஆயிருக்கும்? ഒരു 10, 15, 17. கரெக்டா சொல்லுங்க. 20 വർഷം. അല്ല, 15 വർഷം. 15 years.
அவங்க இந்த ஊருக்கு வரும்போது அவங்க குடும்பத்துல மொத்தம் எத்தனை பேர் இருந்தாங்க? എന്ന് ചോദിച്ചാ അരുണഗിരി, അവന്റെ തള്ള, 2 അനിയത്തിമാര്, പിന്നെ ഒരു പറട്ട ചൊറിക്കിളവി. എന്തോടെ ഒരു വിളിക്കുന്ന പാട്ടയെന്നോ പട്ടിന്നോ? പാട്ടയെന്നും പട്ടിന്നൊന്നും അല്ല, പാട്ടിന്ന്. ആ പാട്ടിയെങ്കിൽ പാട്ടി. இன்னொருத்தன் கூட அங்க இருக்கணுமே. ആ അയ്യോ ഉണ്ട്, അവനൊരു മണ്ടനാ, ഗോവർദ്ധനൻ. പശുവിനെ കുത്തിവെക്കാൻ വന്ന ആ പാവത്തിന്റെ തലയിൽ ഒരു തെറിച്ച പെങ്ങളെ കെട്ടിവെച്ചവനാ ഈ അരുണഗിരി. இவங்கள தவிர அங்க வேற யாரும் இல்லையா? ആരെങ്കിലും ഉണ്ടോ? വേറെ കുറെ പെറുക്കികളുണ്ട്, അവരൊക്കെ അവന്റെ വാലികളും വേലക്കാരുവാ. ஓகே மிஸ்டர் குரூப், ஒரு நிமிஷம் வரீங்களா? யூ ஸ்டே ஹியர். நீங்க வாங்க. എന്താ നീ മറുപടി ഒന്നും പറയാത്തത്? ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ എന്റെ അണ്ണനെ വേദനിപ്പിക്കുന്നൊന്നും ഞാൻ ചെയ്യില്ലെന്ന്. അപ്പോ നീ എന്നെ സ്നേഹിച്ചത് നിന്റെ ചേട്ടനോട് ചോദിച്ചോണ്ടാണോ? അല്ലല്ലോ. എന്താ നീ ഒന്നും മിണ്ടാത്തെ? അതോ എന്നോടുള്ള സ്നേഹം വെറും അഭിനയമാണോ? അടുത്ത ആഴ്ചയോടെ ഇവിടുത്തെ ജോലി നിർത്തി ഞാൻ പോവും. അതിനുള്ളിൽ എനിക്ക് ഇതിന്റെ തീരുമാനം അറിയണം. എന്തായാലും ഒരു ഒളിച്ചോട്ടത്തിനോ രജിസ്റ്റർ മാരേജിനോ ഞാനില്ല. ബെൻസിക്ക് അറിയില്ല എന്റെ അണ്ണൻ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. എന്റെ ഒരു ആഗ്രഹത്തിനും അണ്ണൻ ഒരിക്കലും എതിര് നിൽക്കില്ല, അതെനിക്ക് ഉറപ്പാ. അതുകൊണ്ട് ബെൻസി അണ്ണനെ കണ്ട് സംസാരിക്കും. എന്നിട്ട് വേണം അങ്ങേരെ എന്നെ ജീവനോടെ ഈ കായലിൽ കെട്ടി താക്കാൻ. ഇനി അഥവാ അണ്ണൻ സമ്മതിച്ചില്ലെങ്കിലോ? പിന്നെന്താ വേണ്ടെന്ന് നമുക്ക് അപ്പ ആലോചിക്കാം. അയ്യോ കൈമൾ. എന്താ തെറ്റിയേ? ഏയ് ഒന്നുമില്ല. രമണന്റെയും ചന്ദ്രികയുടെയും പ്രേമ പുരോഗതി എന്തായിന്ന് അറിയാൻ വന്നതാ. ഞാനെന്താ കളിയാക്ക? ഞാനോ? പൊന്നി എവിടെ? എനിക്ക് അവളെ ഒന്ന് കാണണം. എന്താണാവോ രണ്ടുപേരും തമ്മിൽ ഒരു കുശുകുശുപ്പ്? അല്ല, സാറിന് പായല് മാത്രം വാരിയാ പോരായോ? മനസ്സിലായില്ല. മനസ്സിലാവൂല, അതാണല്ലോ പ്രായം. അറിയാത്ത പിള്ള ചൊറിയുമ്പോ അറിഞ്ഞോളും. വേലി ചാടുന്ന പശുവിന് തോലുകൊണ്ട് മരണം. ഇയാൾക്കെന്താ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? അവളെന്തേ? നിന്നെ വീട്ടിൽ കാണാത്തപ്പോഴേ എനിക്ക് തോന്നി നീ കട്ടപ്പനയുടെ കൂടെ കാണൂന്ന്. ഞങ്ങള് വെറുതെ ഓരോന്ന് പറഞ്ഞിരിക്കായിരുന്നു. അച്ചായോ, ഇവളീ പറയുന്നത് ഞാനങ്ങ് വിശ്വസിച്ചോട്ടെ. 100% വിശ്വസിക്കാം. ശരി ശരി, നീങ്ങ വന്ന്. എന്താ കാര്യം പറയാനുണ്ട്? എന്താ വെറുതെ കൂട്ടാതെ, സംഗതി അല്പ സീരിയസാ. വാ. എന്താ കഴിഞ്ഞോ? ഇനി ആർക്കെങ്കിലും തല്ലണമെങ്കിൽ തല്ലാം. കാരണം പുകച്ചൊന്ന് കിട്ടിയിട്ടും പെണ്ണിന്റെ അഹങ്കാരം കണ്ടില്ലേ? നീ മിണ്ടരുത്. ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ ഇവിടെ താളത്തിന് തുള്ളി ഭാഷളാക്കി നീ ഒറ്റ വരുത്തിയ. ചേട്ടനൊന്ന് അടങ്ങ്, എന്തിനൊരു പരിഹാരം ഉണ്ടല്ലോ. ഇതിനുള്ള പരിഹാരം ഞാൻ ചെയ്തോളാം. നാളെ നാട്ടുകാർ കാണാൻ പോകുന്നത് കായൽ ഒഴുകി നടക്കുന്ന അവന്റെ ശവമായിരിക്കും. നരേന്ദ്ര, എടുത്തിയാട്ടം വേണ്ട. പിന്നെ മാടഞ്ചേരിയിലെ പെണ്ണിനെ സ്നേഹിക്കാൻ ശ്രമിച്ച അവന് ഞാൻ എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണം. അവൻ എന്താ കൊടുക്കേണ്ടതെന്ന് എനിക്കറിയാം. ഞാനത് കൃത്യമായിട്ട് കൊടുത്തോളാം. ഇത് തുമ്മയായുമ്പോ ചാണ്ട് മുറിവെന്ന് പറഞ്ഞതുപോലെ മിണ്ടാതിരിടോ. അവനെ തല്ലുകയോ കൊല്ലുകയോ ചെയ്യാം, പക്ഷെ അതിലല്ലല്ലോ കാര്യം. പിന്നെ എന്തിലാ കാര്യം? പറഞ്ഞു ഒലക്കടാ. ഈ കാര്യം ആ അരുണഗിരിയുടെ ചെവിയിലെങ്ങാനും എത്തിയാ പിന്നെ നമ്മുടെ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്താൽ മതി. ചേട്ടൻ പറഞ്ഞത് നേരാ, ഒരു കാരണം കിട്ടാൻ കാത്തിരിക്കുക അവര്. ഈ പറഞ്ഞതാ കാര്യം. മാടഞ്ചേരിയിലെ കൊച്ചൊരു എരപ്പാളിയെ പ്രേമിക്കാന്ന് വെച്ചാൽ ആർക്കാ നാണക്കേട്? പിന്നെ തല്ലാൻ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും സത്യം എന്താന്ന് എന്നോട് ചോദിച്ചോ? എന്ന് വെച്ചാ ഈ കണ്ടതെല്ലാം കള്ളമാണെന്നാണോ നീ പറയുന്നേ? എന്ത് കണ്ടു? ആര് കണ്ടു? നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ഒരു ഏറാമൂടി വന്ന് എന്തോ പറഞ്ഞപ്പോ മോളെ തല്ലിക്കൊല്ലാൻ നിൽക്കുന്ന അച്ഛനും ഒരു അമ്മയും. അപ്പോ നിനക്ക് അവനുമായിട്ട് ഒരു ബന്ധവും ഇല്ലെന്നാണോ നീ പറഞ്ഞു വരുന്നത്? അതെ. എന്തിനാണ് അവിടെ പോയതെന്ന് നീ ഇതുവരെ പറഞ്ഞില്ല. എന്റെ കൂട്ടുകാരി അന്വേഷിച്ച് പോയതാ. ആ സമയം അവൾ അവിടെ ആയിരുന്നു. ആ കൂട്ടുകാരി മറ്റേ തമിഴത്തി പെണ്ണായിരിക്കും. പൊന്നി ആണെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്തം? അവള് പറഞ്ഞ് ശരിയാണെങ്കിൽ അരുണഗിരിക്കുള്ള ശവപ്പെട്ടിയിലെ ആദ്യത്തെ അടി നമ്മൾ അടിക്കാൻ പോകും. താനും തോന്നേ. അയ്യോ അണ്ണ, വെള്ളമില്ല അണ്ണ. പോയി വെള്ളം എടുത്തോണ്ടാ. ഞാൻ തന്നെ പോണോ അണ്ണ? പിന്നെ വെള്ളം കൊണ്ടുവരാൻ നിന്റെ അച്ഛൻ കൊതുക് വാച്ചു വരുമോ? അണ്ണ സ്വർണ്ണ ചേച്ചിയോട് കുറച്ച് ടച്ച് ചെയ്യാൻ വല്ലതും ചോദിക്കണം. ചാവിട്ട് കേറ്റുകളെ. തൽക്കാലം നീ അവളെ ടച്ച് ചെയ്യാൻ നിക്കണ്ട. അണ്ണന്റെ ഒരു കാര്യം. പോയി വെള്ളം എടുത്തോണ്ടോടാ. വരുമ്പോ 2 മാവിലയും കൂടെ എടുത്തോണ്ടോ. മാവിലെ അതെന്തിനാ?
1.25 ചക്രത്തിന്റെ ഈ കൂറ സാധനം അടിക്കുമ്പോ തൊട്ട് കേൾക്കാൻ മാവില്ല ധാരാളം. അപ്പൊ ടച്ചിങ് ഓക്കെ. മാവലെങ്കിൽ മാവല. ഉണ്ണീൻ തേടി അവൻ ഉറങ്ങിയണ്ണ. വിളമ്പട്ടെ? മതി മതി. മോള് കഴിക്കുന്നില്ലേ? ആരാണ് ഈ വരുണഗിരി? ഓൾക്ക് എവിടെ നിന്ന് കിട്ടിയ പേര്? എവിടെ നിന്നായാലും എന്താ? ഈ പേര് നമ്മളും തമ്മിൽ എന്താ ബന്ധം? നീ ആരെയാ ചോദ്യം ചെയ്തത്? ഇത് ചോദ്യം ചെയ്യലല്ല, എനിക്കറിയണോ ഇതിന് പിന്നിലെ സത്യം. അപ്രിയ സത്യങ്ങൾ ചോദിക്കരുത് പൊന്നി. അപ്രിയ സത്യങ്ങൾ എന്താണെന്ന് ഞാൻ കൂടെ അറിയണ്ടേ? അറിയണ്ട. നിനക്ക് ഈ പേര് എവിടുന്ന് കിട്ടിയെന്ന് മാത്രം അണ്ണനോട് പറഞ്ഞാ മതി. ഇല്ല, പറയില്ല. പറയടി, ആരാ നിന്നോട് ഈ പേര് പറഞ്ഞത്? ഇല്ല ഇല്ല ഇല്ല. നിത്യ അവളെ എന്നോട് പറഞ്ഞത്. നീ പറഞ്ഞത് നേരാണോടാ? പെറ്റ തള്ളയാണ് സത്യം. പൊന്നിക്കൊരു കാമനുണ്ട് സത്യം. ഇനി അവളെയും കെട്ടി ഒരു തൊട്ടി കൂടി ഇവിടെ വന്നാൽ എന്റെ ഓഹരിയുടെ കാര്യം പോക്കാടാ പുരുഷു. അയ്യോ, ദ്രോഹി, കുപ്പിയിൽ നീ വെള്ളം എടുത്തില്ലേ? ആടി കണ്ടപ്പാട് ഞാൻ ഓടിയില്ലേ, പിന്നെ ഞാൻ അങ്ങനെ വെള്ളം എടുക്കാൻ പോകും? എന്റെ ആമാശയം വരെ കത്തിക്കാണും. നീ ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ തന്നെ ഇരുന്നു, ഞാനിപ്പോ വരാം. അടിച്ചു തീർക്കല്ലേ? பாருடா பாரு, என் பொண்ணையும் பேத்தியும் கொலை பண்ணிட்டான். முடிஞ்சிருச்சு. கொலை பண்ணது யார் தெரியுமா? அந்த ராஸ்கல், உங்க அண்ணன் வருணகிரி. பாம்பு வச்சு என் குடும்பத்தை பூண்டோட அழிச்சிட்டான். அந்த ராஸ்கல், அவனை பிடிக்கிறதுக்காக தான் நான் இங்க வந்திருக்கேன். എന്തിനാണ് സാർ അവനിങ്ങനൊക്കെ ചെയ്യുന്നത്? தெரியலையே, ஒண்ணுமே புரியலையே. ஆமா, அவன் உன்னை பார்க்க வரல? இல்ல சார். நீ என்ன சொல்ற? நீ 18 வருஷமா உங்க யாரையுமே அவன் பார்க்க வரலையா? സാറിനെ ഞാൻ എന്റെ അപ്പന്റെ സ്ഥാനത്തെ കാണണം. എന്റെ കുടുംബത്തിന്റെ ജീവൻ നിലനിൽക്കാൻ കാരണം അങ്ങയുടെ കാരുണ്യ. അങ്ങനെയുള്ള സാറിനോട് ഞാൻ കള്ളം പറയില്ല. അവനിവിടെ വന്നിട്ടില്ല. ഓക്കേ ഗിരി, നീ പറഞ്ഞதை நான் விசுவசிക്കാം. பட் அவன் நீ நாட்டில் எத்திட்டிല്ലെങ്കിൽ போலும் அவனுக்கு பின்னாடி யாரோ இருக்காங்க. ഞാൻ இங்க வந்தது போலும் யாரோ அவனுக்கு இன்ஃபர்மேஷன் கொடுத்திருக்காங்க. എന്റെ ഓരോരോ നീക്കമും അവൻ സമർത്ഥമായി തടസ്സപ്പെടുത്തുന്നുമുണ്ട്. പക്ഷെ വരുണഗിരിയെ വിലങ്ങ് വെച്ചിട്ടോ കൊണ്ടിട്ടോ മാത്രമേ എനിക്ക് ഇനി വിശ്രമമുള്ളൂ. ഞാൻ ഈ ഔദ്യോഗിക വേഷം അഴിച്ചു വെക്കൂ. ഇറ്റ്സ് മൈ ബ്ലഡി ചാലഞ്ച്. ആ ദ്രോഹിക്കെതിരെ സാറ് നടത്തുന്ന ഏത് നീക്കത്തിനും ഈ അരുണഗിരി ഒപ്പുണ്ടായിരിക്കും. വേണ്ടി വന്നാ അവനെ കൊല്ലാനും ഞാൻ മടിക്കില്ല. അത്രയ്ക്ക് ക്രൂരത അവൻ കുടുംബത്തോട് ചെയ്തത്. നോ നോ നോ, നീ ഒരിക്കലും നിയമം കയ്യിലെടുക്കരുത്. അത് എനിക്ക് വിട്ടേക്ക്. அந்த ராஸ்கலை நான் சும்மா விட மாட்டேன். யாரு ആരെ സാർ? തപ്പിച്ചിട്ടാ റാസ്കൽ. ഞാൻ പറഞ്ഞല്ലേ ഇത് അവന്റെ ആളാണ്. ഓണത്തിന് പൂക്കാള മത്സരം. താനെന്തോടോ അതിരാവിലെ? ഇത് നല്ല കഥ. ഇന്ന് കാരാവള്ളി പറമ്പിലെ തേങ്ങ ഇടിക്കണ്ടായോ? ഞാനും വെട്ടുകാരും വെളുപ്പിനെ എത്തിയതാ. വലിയ ഉറുപ്പിനെ കാണാത്തോണ്ട് ഇങ്ങോട്ട് വന്നു. ഷോ, ഞാനതങ്ങ് മറന്നു. തനിക്ക് അവരോട് വെട്ടാൻ പറഞ്ഞുകൂടായിരുന്നോ? അത് ശരിയാവത്തില്ല. തല ഇരിക്കുമ്പോ വാലാടണ്ട. താനിവിടെ നിന്നു, ഞാൻ പോയി ഷർട്ട് ഇട്ടോണ്ട് വരാം. എന്താടി രാവിലെ ഒരു ഇളക്കം? ടിപ്പർ ഒന്ന് ഇടിച്ച പോലെ നെഞ്ചി കൂടി തകർന്നു പോയല്ലോ. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. എന്തിന്? പടിഞ്ഞാറേ പുറത്ത് ആരോ ചത്ത് കിടക്കുന്നു. ചത്ത് കിടക്കുന്നോ? എന്റെ ദൈവമേ, അയ്യോ, ഇതിനൊന്ന് തിരിച്ചിടോ. എന്തൊരു നാറ്റം! ചാകടേന് മുമ്പ് 1-2 സാധിച്ച ലക്ഷണം ഉണ്ട്. നിന്ന് വാചകം എടുക്കാതെ ഇയാളൊന്ന് തിരിച്ചിടോ. ഇതാ എന്ത് കൊട? ഇത് ഞാൻ പിടിക്കണോ? പിടിക്കണം. ആ ശരി. അയ്യോ, ഇത് നമ്മുടെ ഗോവർദ്ധൻ. ശ്വാസം ഉണ്ടല്ലോ, പിന്നെങ്ങനെ മരിച്ചത്? താൻ പോസ്റ്റ്മോർട്ടം നടത്താതെ കുറച്ച് വെള്ളം കോരി അവന്റെ മുഖത്ത് ഒഴിക്കടോ. ആരേട്ടാ? ഗോവർദ്ധന മരിച്ചിട്ടൊന്നുമില്ല, ബോധം കെട്ടതാ. വെള്ളം വെള്ളം. ഹാങ് ഓവറാ. ഒരു പെക്ക് കൊടുത്താൽ മതി. ഓക്കെ, അതിനോട് മിച്ചം ഉണ്ടായിട്ട് വേണ്ടേ? അയ്യോ, എന്നെ വെടിവെക്കല്ലേ, ഞാൻ ചത്തുപോകും. എടാ ഗോവർദ്ധന, ഇത് ഞാനാ, ഗജേന്ദ്ര കുറുപ്പ്. അപ്പൊ ഞാൻ ചത്തില്ല. എന്താടാ പിച്ചുമ്പയും പറയുന്നേ? ഇതുവരെ കെട്ടിറങ്ങിയില്ലേ? അയ്യോ കുറുപ്പ, ഞാൻ ഫിറ്റ് ഒന്നും അല്ല.
എന്നെ ഇന്നലെ ഒരു തീവ്രവാദി വെടിവെച്ചു. വെടിവെച്ചോ? തീവ്രവാദി എവിടെ വെച്ച്? എന്റെ വലിയ കുറിപ്പെ, ഇന്നലെ ഞാൻ ഗിരിയളിയനെ പിന്തുടർന്ന് ഗസ്റ്റ് ഹൗസിലേക്ക് പോയി. അവിടെ പോയപ്പോഴാണ് ഞാൻ ആ കാര്യം അറിയുന്നത്. എന്ത് കാര്യം? ഗിരിയളിയന് വരുണഗിരി എന്ന് പറയുന്ന ഒരു അണ്ണനുണ്ടെന്ന്, അയാൾ തീവ്രവാദിയാണെന്ന്. അവിടെ വെച്ച് ഗിരിയളിയൻ വേറൊരുത്തനുമായിട്ട് രഹസ്യമായി സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അവരെന്താടാ സംസാരിച്ചത്? എന്തിനാ കൈമള എന്നെ അന്വേഷിച്ചത്? പറയാം, താൻ കിടന്ന് പിടയ്ക്കാതല്ലോ. ഇയാൾ അത്യാവശ്യമായിട്ട് കട്ടപ്പന വന്നു പോണം. എന്താ കാര്യം? ഇവിടെ കായലിൽ പായൽ വാരുന്ന ചെക്കനില്ലേ, അവന്റെ വീട് വരെ ഒന്ന് പോണം. എന്തിനാ? ഒരു ചെറിയ പണി പറ്റിക്കാനുണ്ട്. ഓഹോ, അപ്പൊ താനൊന്നും അറിഞ്ഞില്ലേ? കഷ്ടമായി പോയല്ലോടോ. ഈ നാട്ടുകാര് മുഴുവനും അറിഞ്ഞിട്ടും താനൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ താൻ ഏത് കോപ്പിലെ രാഷ്ട്രീയക്കാരനാടോ? കൂട്ടച്ച. എന്താ കൈമളെ, രാവിലെ തന്നെ ഏഷണിയുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണോ? ഓ, ഏഷണിയൊന്നും അല്ല. ഞാൻ അറിഞ്ഞൊരു കാര്യം കുട്ടച്ചനോട് പറയായിരുന്നു അല്ലേ? എനിക്ക് കൂടി കേൾക്കാൻ പറ്റിയ വല്ല കാര്യമാണോ? ഇത് നല്ല കഥ. അരുണഗിരിയുടെ വീടിന്റെ അടുക്കള വരെ കയറി ചെല്ലാറുള്ള നീ അവിടത്തെ ഒരു കാര്യം അറിഞ്ഞില്ല എന്ന് പറഞ്ഞ? അതിന് അരുണഗിരിയുടെ അടുക്കളക്കൊന്നും സംഭവിച്ചില്ലല്ലോ. ഓ, അടുക്കളയിലാണോ അടുപ്പും പുറത്താണോ എന്നൊന്നും എനിക്കറിയില്ല. ഏതായാലും പായലുവാരാമെന്ന ആ ചെറുക്കനുമായി ഗിരിയുടെ പെങ്ങള് പൊന്നി കടുത്ത പ്രേമത്തിലാണെന്നോ, അവര് തമ്മിൽ തൊട്ടുരുമി മുട്ടിയുരുമിയൊക്കെ ഇരുന്നെന്നോ തമ്മിൽ കിടന്നെന്നോ ഒക്കെയാ നാട്ടുകാര് പറയുന്നത്. എടാ പന്ന കൈമളെ, ആവശ്യമില്ലാതെ പെങ്കച്ചിനെ കുറിച്ച് വല്ല പറഞ്ഞാണ്ടല്ലോ നിന്റെ. ആവശ്യമില്ലാത്ത പ്രശ്നം എന്നെ കയറി തല്ലാൻ നിൽക്കാതെ നീ പോയി ആ പെണ്ണിനോട് ചോദിക്ക്. അവൾ ഇത് നിഷേധിക്കുകയോ മറ്റോ ചെയ്താൽ, എടോ കൈമളെ, തന്റെ കാര്യത്തിൽ ഇന്ന് ഞാനൊരു തീരുമാനം ഉണ്ടാക്കും. കൂടപ്പിറപ്പുകൾ നല്ല നിലയ്ക്ക് ജീവിക്കാൻ വേണ്ടിയാണ് ഗോപി ഞാൻ ഇത്രയ്ക്കും കഷ്ടപ്പെട്ടത്. അതിന്റെ ഫലം അവര് തന്നെ എനിക്ക് തന്നു. ആ കൈമളുടെ വായിൽ നിന്ന് ഇങ്ങനെ ഒരു കാര്യം കേട്ടപ്പോ അയാളെ കൊല്ലാൻ എനിക്ക് തോന്നിയത്. திமிரி பிடிச்ச பொண்ணு இப்ப காதல் தான் அவளுக்கு பெரிய விஷயம். அந்த பயலுக்கு ஜாதி என்ன மதம் என்ன ஊர் என்ன ஏதாவது தெரியுமோ இவனுக்கு? അവൻ ഏത് ജാതിക്കാരനോ മതക്കാരനായിക്കോട്ടെ, പക്ഷേ ഇവൾക്ക് അവൻ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ എന്നോടെങ്കിലും തുറന്നു പറയാമായിരുന്നു. ആ, ഇവളുടെ എല്ലാ തോന്നിയാസങ്ങൾക്കും കൂട്ടി നിൽക്കുന്ന നീയല്ലേ, അതിന്റെ ദക്ഷിണേതെന്ന് കൂട്ടിക്കോ. സ്വയം ഒരു പങ്കാളിയെ തെരഞ്ഞെടുക്കാനുള്ള പ്രാപ്തിയൊക്കെ ഇവൾക്കുണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു അമ്മേ. ഇതിപ്പോ നാട് മുഴുവനും പാട്ടായ സ്ഥിതിക്ക് ഒരു പോംവഴി കണ്ടെത്തുന്നതല്ലേ ഗിരി നല്ലത്? എന്തായാലും ചടങ്ങുകൾ പോലെ തന്നെ നടക്കട്ടെ. ഗോപിക്കുട്ടാ, നീ അവനോട് എത്രയും പെട്ടെന്ന് വീട്ടുകാരും കൂട്ടി ഇങ്ങോട്ട് വരാൻ പറ. അതെ, വേണ്ടണ്ണ. വേണ്ടെന്നോ? അതെന്താ? ബൻസിയുടെ വീട്ടുകാർ ഈ കല്യാണത്തിനെതിരാ. എങ്കിൽ മോളി ബന്ധം മറന്നേക്ക്. മാതാപിതാക്കളുടെ സമ്മതമില്ലാത്ത ഒരു ബന്ധത്തിന് ഈ അണ്ണം കൂട്ടു നിൽക്കില്ല. പ്രസിഡന്റ് തീവ്രവാദിയാണെന്ന് പറയാൻ തന്റെ പക്കൽ തെളിവ് വല്ലോണ്ടോ കുറുപ്പേ? തലയ്ക്ക് വെളിവില്ലാത്തവനെ എവിടെ നാടി തെളിവ്? തലയ്ക്ക് വെളിവില്ലാത്തവന്റെ എന്താണോ നിർത്തിക്കളഞ്ഞത്? ബാക്കിയോടെ പറയണം. പറഞ്ഞ നീ ഒലത്തിക്കളയോ? ഒലത്താ നീയല്ലേടി മിടുക്കി. അതീ പുഞ്ചകരി പാട്ടല്ലേ? കണ്ണാടി അനാവശ്യം മാന്യ മെമ്പർമാർ ദയവായി ഈ സഭയുടെ അന്തസ് കാക്കുക. ആദരണീയനായ സെക്രട്ടറിയുടെ വാക്കുകൾ പ്രതിപക്ഷ ആദരപൂർവ്വം അനുസരിക്കുന്നു. നമ്മുടെ ഭാഗത്തുനിന്നും ബഹളം പാടില്ല. എല്ലാവരും നിശബ്ദരായിരിക്കണം. 15 കൊല്ലക്കാലം ഈ പഞ്ചായത്ത് ഭരിച്ചവരാണ് നമ്മൾ. അതിന്റെ അന്തസ് നമ്മൾ കാത്തു സൂക്ഷിക്കണം. 15 കൊല്ലത്തെ ഭരണത്തെ പറ്റി കൂടുതലൊന്നും പറയേണ്ട കുറിപ്പേ. തന്റെ അന്തസ്സിനെ പറ്റി ഈ നാട്ടിലെ ഓരോ കുട്ടിക്കും അറിയുന്നു. ഉറപ്പേട്ടൻ തന്നോട് എന്ത് അന്തസ്സുകേട് കട്ടിയ നാടോ? താമ്പോടോ കുറിപ്പിന്റെ ലീലാവിലാസങ്ങളെ പറ്റി വെറുതെ പറയിപ്പിക്കരുത്. ഈ സഭാകാൾ ഇത്രയും ബഹളം ഉണ്ടായിട്ടും പ്രസിഡന്റ് കമാന്ന് ഒരക്ഷരം വേണ്ടിയിട്ടില്ല. എനിക്കറിയാമല്ല ചോദിക്കുക, ഇയാൾ എന്താ ഊമയാണോ? പ്രസിഡന്റിന് നല്ല സുഖമില്ലാത്തതിനാൽ ബഹുമാനപ്പെട്ട അംഗങ്ങളുടെ ചോദ്യങ്ങൾക്ക് വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഉത്തരം പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ്. എങ്കിൽ താൻ ഉത്തരം പറയണ. ഹേ, സഭ്യമായ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുള്ള ബാധ്യതയെ എനിക്കുള്ളൂ. ഞങ്ങളുടെ നേതാവ് ഇങ്ങേരുടെ തീവ്രവാദ ബന്ധത്തെ കുറിച്ച് ആദ്യമേ ചോദിച്ചതാ. ഒരുതരം മാങ്ങേണ്ടി ചോദ്യമല്ല അദ്ദേഹം ചോദിച്ചത്. എന്തായാലും കൃത്യമായ മറുപടി കിട്ടിയേ പറ്റും. അദ്ദേഹത്തിന് അല്പ സാവകാശം കൊടുക്കൂ, മറുപടി അദ്ദേഹം പറയും. ഉത്തരം ഇന്ന് തന്നെ പറയോ? ഇവരുടെ ചോദ്യത്തിന് അന്തസ്സായി മറുപടി കൊടുക്കിരിയാണ്. അണ്ണനും തമ്പിയൊക്കെ വീട്ടില് പോണേ, നാലോട്ട് ജയിച്ചു എന്നെ പള്ളു കാണിക്കാതെ. നീ കൂടുതലൊന്നും പറയണ്ട. ബഹളം ഉണ്ടാക്കാതെ നിങ്ങൾ നിശബ്ദരാകൂ.
കുറെ നേരമായിട്ട് ഒരു ദേഹം നിശബ്ദത പാലിച്ചിരിക്കല്ലേ പഞ്ചായത്ത് പ്രസിഡന്റ്. സെക്രട്ടറി ആദ്യം അയാളോട് വാ തുറക്കാൻ പറ. എന്നിട്ട് ചോദിക്കും ഭരണഗിരി എന്ന് പറയുന്നത് ആരാണ്. ആരാ ഈ ഭരണഗിരി? അയാൾ വാ തുറക്കില്ല. കൊള്ളയും കൊലയും തൊഴിലാക്കിയ ഭരണഗിരി ഇയാടെ ആരെന്ന് വ്യക്തമാക്കിയാലേ ഞങ്ങൾ അടങ്ങും. വാ തുറന്ന് അയാളുടെ ചോദ്യത്തിന് ഉത്തരം കൂടി പ്രസിഡന്റ്. ആരാണോ ഭരണഗിരി? താനിങ്ങനെ ഉണ്ട വിഴിഞ്ഞ പോലെ ഇരുന്നാലൊന്നും പറ്റില്ല. ഇയാളോട്ടുള്ള ബന്ധമുണ്ടോ? നമുക്കിത് അറിഞ്ഞേ പറ്റൂ. ഗിരി ബഹളം കൂടുന്നു. താൻ എന്തെങ്കിലും ഒന്ന് പറ. എനിക്കിതേ കുറിച്ച് ഒന്നും പറയാനില്ല. എന്റെ പ്രിയപ്പെട്ട അംഗങ്ങളെ, ഞാൻ മുമ്പ് പരാമർശിച്ച ഭരണഗിരി ആരാണെന്ന് നിങ്ങൾ ഭരണ പ്രതിപക്ഷ ഭേദമന്യേ അറിഞ്ഞിരിക്കണം. ഇന്ത്യ മഹാരാജ്യം തലയ്ക്ക് വില പറഞ്ഞിരിക്കുന്ന ഈ ഭരണഗിരി എന്ന തീവ്രവാദി ഇപ്പൊ ഒന്നും മിണ്ടാതെ ഇവിടുന്ന് ഇറങ്ങിപ്പോയ പ്രസിഡന്റിന്റെ മൂത്ത ജ്യേഷ്ഠനാണ്. ഈ രാജ്യത്തെ ഒറ്റുകൊടുത്ത ജ്യേഷ്ഠന്റെ പണം കൊണ്ടാണ് ഭരണഗിരി നാട്ടിലെ സമ്പന്നനും പ്രമാണിയും ഒക്കെ ആയതെന്ന സത്യം നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിന്റെ നെല്ലറയായ കുട്ടനാട് ജ്യേഷ്ഠനും അനിയനും കൂടി ബോംബ് വെച്ച് തകർക്കാൻ ഗൂഢമായി പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ നമ്മുടെ പോലീസ് ബുദ്ധിപൂർവ്വം നടത്തിയ നീക്കത്തിൽ ഗിരി ബ്രദേഴ്സിന്റെ പ്ലാൻ ചീറ്റിപ്പോയി. ഏത് നിമിഷമാണ് അനിയനും ചേട്ടനും ഗോതമ്പുണ്ട തിന്നാനുള്ള സാഹചര്യം ഒത്തുവരിക എന്ന് കൃത്യമായി പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഭരണഗിരി എന്ന കപടമുഖം വ്യക്തമാക്കുവാൻ നിങ്ങൾ എല്ലാവരും എന്നോടൊപ്പം നിൽക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. லட்சுமி, அந்த வர்ணகிரிக்கு தீவிரவாதிகளோட தொடர்பு இருக்குமா? நான் சொல்றத நம்புமா. இதை தட்டி கேட்க போன திருச்செல்வத்தை அவன் கொண்டுட்டாமா. உங்களையும் விட்டு வைக்க மாட்டான், இந்த குழந்தைங்களையும் விட்டு வைக்க மாட்டாமா. தயவுசெய்து இங்க இருந்து போயிடுங்க. இந்த விஷயம் போலீஸுக்கு தெரிஞ்சா அவங்களும் உங்களை விட்டு வைக்க மாட்டாங்க. தயவுசெய்து இங்க இருந்து எவ்வளவு சீக்கிரம் முடியுமோ அவ்வளவு சீக்கிரம் போயிடுங்கம்மா. സംഭവത്തിന് ശേഷം ഞാൻ എന്റെ സഹോദരനെ കണ്ടിട്ടില്ല സാർ. അതിനുശേഷം നിങ്ങളെ നാട്ടിൽ പോയിട്ടില്ലേ? ഇല്ല. ഇപ്പോഴാ മണ്ണിൽ ചവിട്ടാനുള്ള ധൈര്യം എനിക്കില്ല സാർ. മനസമാധാനമായി ജീവിക്കാനുള്ള മനസ്സിന്റെ ആർത്തിയാണ് എന്നെ ഇതുവരെ എത്തിച്ചത്. ഇപ്പോഴെനിക്കറിയില്ല സാർ, എന്തിനാണ് ഞങ്ങളെ പോലീസും ജനങ്ങളും ഒരുപോലെ ആട്ടിപ്പായച്ചതെന്ന്. അന്നേ വരണഗിരിക്ക് തീവ്രവാദ ബന്ധം ഉണ്ടായിരുന്നല്ലേ? എടോ, ചെന്നൈ ബോംബ് സ്ഫോടന കേസിലെ പ്രധാന പ്രതി തന്റെ ചേട്ടനാണ്. തമിഴ്നാട് പോലീസിന്റെ അന്വേഷണത്തിൽ വരണഗിരി എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോൾ അവർ അയാളുടെ കുടുംബത്തിന്റെ ഫുൾ ഡീറ്റെയിൽസ് കേരള പോലീസിന് കൈമാറി. അതിനർത്ഥം വരണഗിരി കേരളത്തിലുണ്ടെന്നാണ് അവരുടെ സംശയം. അതുകൊണ്ട് അയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞങ്ങളെ ഉടൻ അറിയിക്കണം. ശരി സാർ. എന്നാ തനിക്ക് പോവാം.
ആരാ? ആരാ നീ? ചോദിച്ചു കേട്ടില്ലേ? ஒன்னு வர்ணகிரி உனக்கு என்ன தெரியலையா? നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നേ? நான் சொல்றத கொஞ்சம் கேளு. ഞങ്ങളെ நான் தப்பு பண்ணலடா, என்ன நம்புடா. தயவு செஞ்சு கேளுடா. അയ്യോ എന്താ ഇത്? എന്റെ കുഞ്ഞിനെ വിടാ. എന്തോ എന്റെ കുഞ്ഞിനൊന്നും ചെയ്യരുത്. നീ ആരാണ് എന്റെ കുഞ്ഞിനെ ഉപദ്രവിക്കാൻ? அம்மா அம்மா நான் வர்ணகிரிமா. உங்களை எல்லாம் பாக்குறதுக்கு தம்மா நான் இங்க வந்தேன். കാണാനോ അതോ ഞങ്ങളെല്ലാം കൊല്ലാനാണോ നീ വന്നത്? இல்லம்மா, நான் ஒரு தப்பும் பண்ணலம்மா. അപ്പാവെ ചുട്ടുവന്ന മഹാഭാവി കടന്നു പോ നീ എന്റെ മുന്നിൽ. இல்லம்மா அம்மா, நான் இல்லம்மா அப்பாவை கொன்னது. 10 മാസം നിന്നെ നൊന്ത് പ്രസവിച്ച എന്റെ 2 കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടതാ എന്റെ അത്താനെ നീ വെടിവെച്ച് കൊന്നിട്ടിരിക്കുന്നത്. വേണ്ട, അതിനപ്പുറം ഒരു സാക്ഷി എനിക്ക് വേണ്ടടാ. அம்மா இல்லம்மா, நான் சொல்றத கேளுமா. വാ മക്കളെ, ഇവനെ ഒന്നും ചെയ്യണ്ട. ഈ ദ്രോഹി എവിടെയെങ്കിലും പോയി തൊലയട്ടെ. സാർ, ഞാനാ അരുണഗിരി. എന്താ ഗിരി നൈറ്റിലെ? അവൻ ഇന്നിവിടെ വന്നിരുന്നു. யாரு? വരണഗിരി. அவன் இங்க இருக்கானா? ഇല്ല സാർ, പക്ഷെ എന്റെ അമ്മയെ അവര് പിടിച്ചില്ലായിരുന്നില്ല അവനെ ഞാൻ. டேய், நீ ஒன்னும் அவனை செஞ்சிடாத. அவனை பிடிச்சி என்கிட்ட கொடுத்துரு. நான் சொல்றதை செய், அவ்வளவுதான். சரி சார். அப்புறம் ஒரு முக்கியமான விஷயம், நான் சொல்றதை நல்லா கேட்டுக்க. அவன் இங்க இருக்கிற விஷயம் லோக்கல் போலீஸ்க்கு தெரியவே கூடாது. അതെന്താ സാർ? அப்படி சொன்னா அவங்க எல்லாருக்கும் ஆபத்து வரும்னு நான் நினைக்கிறேன். புரியுதா? ശരി സാർ. മോളെ പൊന്നി, മോളെ മോളെ രാവിലെ എവിടെ പോയി? മോളെ അമ്മേ, മോളെ മോളെ പൊന്നി. അമ്മേ, ഇവിടെയൊന്നും ഇല്ല. നമ്മ കുഴന്തയെ എങ്കാവത് പാത്താച്ചാ? ഇവിടെ എങ്ങും കാണുന്നില്ല അമ്മേ. എന്താ അമ്മേ? പൊന്നിയെ കാണുന്നില്ല മോളെ. ദേ ഗിരി വന്നു. എന്താ അമ്മേ? മോനെ എന്താടി? പൊന്നിയെ കാണുന്നില്ല. പൊന്നിയെ കാണുന്നില്ലെന്നോ? ഇത് പൂട്ടിക്കിടക്കാനുള്ള ഗോപിക്കുട്ടാ. ചേട്ടാ, ഈ വീട്ടിലുണ്ടായിരുന്ന ആള് ആ പയ്യനല്ലേ? വീട് ഒഴിച്ച് നാട്ടിലേക്ക് പോയല്ലോ. എവിടേക്ക് പോയെന്നറിയോ? വീടൊന്നും അറിയില്ല, കട്ടപ്പനയ്ക്ക് അടുത്ത് എവിടെയോ ആണ്. ആണോ? ബെൻസി ഇല്ലേ? ഉണ്ട്. നിങ്ങളാരാ മനസ്സിലായില്ല? ഞങ്ങൾ ബെൻസിക്ക് വേണ്ടപ്പെട്ടവരാ. ഓ, ബെൻസി അകത്തേക്ക് ഇരിക്കാം. ആയിക്കോട്ടെ, വാ. ആ, ഇതാരാ ഗിരിയേട്ടനോ? എന്താ ഇവിടെ നിന്നളഞ്ഞത്? ഇരിക്ക് ഗിരിയേട്ടാ. പൊന്നി എവിടാ? പൊന്നി അവിടെ ഇല്ലേ? എവിടെ ഇല്ലെന്ന് അവൾ നീ എന്താണ് ചെയ്തത്? എന്റെ മോനെ ഒന്നും ചെയ്യല്ലേ. ഗിരിയേട്ടാ, ഞാൻ പറഞ്ഞ സത്യ. അവൾ എന്നോടൊപ്പം വന്നില്ല. നീ അവിടെ നിന്ന് പോയപ്പോ അവളെ നീ കണ്ടില്ലടാ? കണ്ടു, എന്നോടൊപ്പം വരാനും പറഞ്ഞു. പക്ഷെ ഗിരിയേട്ടനെ ധിക്കരിച്ച അവള് വരില്ലെന്ന് എന്നോട് പറഞ്ഞത്. നീ പറഞ്ഞതിൽ സത്യമില്ലെങ്കിൽ സത്യ ചേട്ടാ, എന്റെ പെങ്ങൾ എനിക്ക് നഷ്ടമായ അപ്പൻ ഇപ്പ കാണിച്ച ആവശ്യം അപ്പുണ്ടാവില്ല. മനസ്സിലായില്ല അല്ലേ? നിങ്ങളുടെ മകൻ ജീവനോടെ ഉണ്ടാവില്ല എന്ന് അരുണഗിരിയാ പറഞ്ഞേ. ആ അറകം നിന്നെ ഞാൻ കൂടാ. അകലുവതെന്തേ മുകിലേ, അകലുവതെന്തേ മുകിലേ,
അലയില്ല തീരവും തേടി ഒരു വാക്കും പറയാഞ്ഞതെന്തേ നിലാവിനെ കടം തേടും ചന്ദ്രനോടായി അകലുവതെന്തേ മുകിലേ പട്ടുപൂവാടഞ്ഞൊറികളിൽ ബാല്യം കുഞ്ഞിക്കൊലുസിന്റെ താളമിട്ടു വിരൽ തുമ്പിലാടി നീ പിച്ച നടക്കുമ്പോൾ ദക്ഷിണ എന്തിനു മോഹിച്ചു ഞാൻ കളിവീടെന്തിനായി അലങ്കരിച്ചു അകലുവതെന്തേ മുകിലേ ഒരു സായം സന്ധ്യ തൻ കൈകളിലേകുവാൻ പട്ടുടുപ്പിച്ചു നിന്നെ മണവാട്ടിയ ഒരു നോക്കു കാണുവാൻ മംഗളമോതുവാൻ കരിമുകിൽ മറമാറ്റി കാത്തു നിൽക്കേ മഴമുകിൽ മണ്ഡപം മാഞ്ഞതെന്തേ അകലുവതെന്തേ മുകിലേ നീ അലയില്ല തീരവും തേടി ഒരു വാക്കും പറയാഞ്ഞതെന്തേ നിലാവിനെ കടം തേടും ചന്ദ്രനോടാ അരുണ நீ பொன்னியை தேடி அலையிற போல இருக்கு அவ எங்க இருக்கான்னு எனக்கு தெரியும் ഓഹോ അപ്പന്റെ ഊഹം തെറ്റിയില്ല നീയാണ് അവളെ പിടിച്ചോണ്ട് പോയതല്ലേ ഇവിടെങ്കിലും ഞങ്ങൾക്കൊരു സമാധാനം തന്നൂടെ பொன்னி உனக்கு மாத்திரம் தங்கச்சி இல்ல எனக்கும் தங்கச்சி தான் പെങ്ങളോ അങ്ങനൊരു വിചാരം നിന്റെ മനസ്സിന്റെ കോണിൽ എവിടെങ്കിലും ഉണ്ടെങ്കിൽ ആ പെങ്ങളെ നീ തട്ടിക്കൊണ്ടുപോ ആദ്യം ജന്മം തന്ന പിതാവിനെ കൊന്നു ഇപ്പൊ ആ കൊച്ചു പെങ്ങളെയും കൊല്ലാൻ ശ്രമിക്കുക എന്നിട്ട് നിന്റെ രക്തദാഹം തീർന്നില്ലെങ്കിൽ കൊല്ലടാ ഞങ്ങളെല്ലാം നീ മിണ്ടരുത് നീ പറയുന്നത് മുഴുവൻ കള്ള എനിക്കത് കേൾക്കും വേണ്ട தம்பி நான் சொல்றத நம்புடா நான் சொல்றது சத்தியம்டா உங்க எல்லாத்தோட மனசுலயும் புறம்போக்கு நாய் சண்முகவேல் நல்லவனா இடம் பிடிச்சிருக்கு நடந்த எல்லாத்துக்கும் அவன் தாண்டா என்ன கருவாக்குனது டேய் நீ நம்பினாலும் நம்பலனாலும் நான் சொல்றத நீ கேட்கணும்டா எனக்கு என்ன தண்டனை வேணாலும் கொடு நான் ஹாப்பியா ஏத்துக்கிறேன்டா ஏத்துக்க நான் சின்ன வயசுல பள்ளிக்கூட படிக்கும்போது எனக்கு தெரியாம தப்பான வழியில போயிட்டேன் கீழக்கரையில தீவிரவாதிங்க தங்கியிருந்தப்ப அவங்களுக்கு தேவைப்படுற சாராயம் சாப்பாடு எல்லாத்தையும் நான் தான் வாங்கி கொடுத்தது வேணா நானா இருக்கலாம் ஆனா கொடுக்க சொன்னது அந்த சண்முகவேல் இந்த விஷயம் எப்படி அப்பாவுக்கு ஒரு நாள் தெரிஞ்சு போச்சு உடனே சண்முகவேல்கிட்ட கேட்கணும்னு முடிவெடுத்தாரு உனக்கு ஞாபகம் இருக்கா ஒரு தீபாவளி நாள்
டே அருணகிரி, நீ சாப்பிடலையாடா? தங்கச்சி தூங்குறதில்லப்பா, நான் அப்புறமா சாப்பிட. டேய், நேத்துக்கு நீ அந்த குமாரோட கடைக்கு போயிருந்தியாடா? அது என்ன கடை? உனக்கு தெரியாது, டவுன்ல அந்த குமார் தான் கஞ்சா கருப்பல்ல வைக்கிறது. டேய் வரணா, டேய் உனக்கு காது கேட்கலையாடா? அப்புறம் என்னடா, அப்பா கேட்டதுக்கு பதில் சொல்லு. நீ பேசாத, அவ சொல்லட்டும். நான் எங்கேயும் போயில, அப்பா கிட்ட யாரோ பொய் சொல்லிருக்காங்க. திருட்டு முட்டம், யாரா பொய் சொன்னது? வாய் கூசமா பொய் சொல்றத பாரு. டேய் எதுக்குடா? அம்மா நான் கடைக்க பக்கத்துல தான் இருந்தேன், என் ஃப்ரெண்ட் அங்க வரும்னு சொல்லியிருந்தேன். டேய் பொய் சொல்ல வர ராஸ்கல், தொலைச்சிடுவேன் உன்னை. டேய் வருணா, எப்படி எல்லாம் வாழ வேண்டிய பிள்ளைங்க. நல்லா படிக்கணும், மத்தவங்களுக்கு நல்லது பண்ணணும், மத்தவங்கள மனதை புண்படுத்தாம வாழ்வதா உண்மையான மனிதன். நல்லா வாழ வேண்டிய பிள்ளைங்க, நல்லா படிக்கணும், நல்லா படிச்சு மத்தவங்களுக்கு நல்லது பண்ணணும். அப்படி செய்யறவன் தான் உண்மையான மனிதன். டேய் அருணா, உங்க அப்பா எங்கடா? அப்பாவும் அம்மாவும் கோவிலுக்கு போயிருக்கா. அவன் எங்க உங்க அண்ணன்? அவன் உள்ள தூங்கிட்டு இருக்கா. இல்லையா? ஆ. டேய் வரணா, எழுந்துடா. பெருசா சாதிச்ச மாதிரி தூங்கிட்டு இருக்கான். எழுந்துற. நீங்களா? எதுக்கு இங்க வந்த? டேய் 7 மணிக்கு வெடிக்க வேண்டிய பாம் மணி 8 ஆகுது, இன்னும் வெடிக்கல. நஷ்டம் எவ்வளவு தெரியுமா உனக்கு? என்னோட லாஸ் 10 கோடி ரூபாடா. அந்த பாம்பை வெடிக்காது. ஏன்? அது வெடிச்சு யாரும் சாக மாட்டேன். நான் அதை அங்க எடுத்து மாட்டியாச்சு. யோக்கிய ராஸ்கல், உன்னை நான் கொல்லாம விட மாட்டேன்டா. ஏய், என் குழந்தை விட்டுடுங்க சார். வாங்க வாங்க மிஸ்டர் திருச்செல்வம், எந்த புத்துல எந்த பாம்பு இருக்குதுன்னே தெரியல. உங்க பையன் எங்கேயோ பாம்பு வச்சிருக்கான்னு ஒரு இன்ஃபர்மேஷன் வந்தது. அதான் என்ன ஏதுன்னு விசாரிச்சுட்டு போலான்னு வந்தேன். அதுக்குள்ள கரெக்டா நீங்களே வந்துட்டீங்க. எல்லாமே எனக்கு தெரியும். உன்னை நான் அதிகாரி நினைக்கல, கூட பிறந்த தம்பி மாதிரி நினைச்சிட்டு இருக்கேன். உங்களுக்கும் தீவிரவாதிக்கு தொடர்பு இருக்குன்னு எல்லாரும் சொன்னாங்க, ஆனா நான் அதை நம்பல. கடைசியில ஏன் பிள்ளைய தீவிரவாதி ஆக்கிட்டியே. இனி நான் உங்களை நம்ப மாட்டேன். தயவு செஞ்சு போயிடு. இல்ல நான் சொல்றது கேளு. தயவு செஞ்சு போயிடு. இல்ல செல்வம், நான் சொல்றது கேளு. ப்ளீஸ் கோ. சரி. செல்வம், நான் சொல்றது கொஞ்சம் நல்லா யோசிச்சு பாருங்க. 20 வருஷமா டிபார்ட்மெண்ட்ல இருக்கீங்க, என்ன சம்பாரிச்சீங்க? ஒண்ணுமே இல்ல. 3 கோடி ரூபாய் தரேன். அவன் பாம்பை எங்க வச்சிருக்கான்னு கேட்டுட்டு அதை என்கிட்ட கொடுத்துருங்க ப்ளீஸ். நாட்டை காட்டி கொடுக்கிற பணம் எனக்கு வேணாம் சார். உங்களை பத்தி மேலதிகாரி கிட்ட சொல்ல போறேன், அப்பதான் எனக்கு நிம்மதி கிடைக்கும். உனக்கு நிம்மதி கிடைக்கும், ஓகே, பட் என் நிம்மதி போயிடுமே. இது தேவையா? I lose my bloody peace. No. Hey, I'm sorry.
I'm sorry. Go to hell. ദ്രോഹി ഞാൻ അപ്പാവെ സുട്ടിട്ടാ என்ன சார் அது அது சொல்லுங்க அது சார். உங்ககிட்ட எப்படி சொல்றதுன்னு தெரியலமா. நம்ம வர்ணகிரியில அவங்க அப்பாவை சுட்டுட்டான், என்னையும் பைத்தியக்காரத்தனமா சுட வந்தான். எப்படியோ நான் தப்பிச்சிட்டேன். அவனுக்கு என்ன ஆச்சுன்னே தெரியலங்க. ஐயோ என்ன மகாபாவி அப்பாவை சுட்டு வந்து போய் சொல்றியா ஏன் வந்துடு கொல்லடா கொல்லடா மகாபாவி கொல்லடா எங்கே கொல்லடா கொல்ல மகாபாவி என்னங்க கண்ணு கண்ணு பாருங்க அந்த சண்டாளனை கொல்றதுக்கு நான் பல வாட்டி முயற்சி பண்ணேன். அவனோட அதிர்ஷ்டம் ஒரு வாட்டியும் தப்பிச்சுக்கிட்டே இருக்கான். லாஸ்ட் டைம் கூட அவன் கார்ல நான் பாம்பு வச்சேன், ஆனா அதுல இருந்து அவன் தப்பிச்சிட்டான். அன்னைக்கு செத்தது அவனுடைய மகளும் பாசமா வளர்த்தன பேத்தியும். இப்ப அவன் நம்ம தங்கச்சியை கடத்தி வச்சிருக்கான். ஏன் தெரியுமா? அவனுக்கு என்ன பிடிக்கணும். அப்போ பொன்னி டேய், உனக்கு இன்னும் டவுட்டா? இந்த உலகத்துல இருந்து அவன் என்ன இல்லாமக்கணும். என்ன கொல்லுங்கிறதாண்டா அவன் லட்சியமே. அதுதான்டா அவனுக்கு எய்ம். நீ ஒரு காரியம் பண்ணு, அவனுக்கு ஒரு போன் போடு. நீ என்ன கடத்தி வச்சிருக்கிறதாக அவனுக்கு போன்ல சொல்லு. சொல்லுடா. ഓഹോ, ഇത്ര പെട്ടെന്ന് സാറിന് മറന്നുപോയല്ലേ? ഞാൻ അരുണഗിരി. ഇല്ല, നീ തിരുച്ചെൽവൻ തന്നെ. തിരുച്ചെൽവത്തെ സാറിന് നന്നായിട്ട് അറിയാല്ലേ? സാറ് വെടിവെച്ചു കൊന്ന പാവുമര എസ് ഐ എന്റെ അച്ഛൻ. அப்போ உனக்கு எல்லா விஷயமும் தெரியும். எங்கடா அவன்? என் பொண்ணையும் என் பேத்தியும் கொண்ட அந்த மகாபாவி உங்க அண்ணன் வர்ணகிரி எங்க? கூப்பிடுறவன. சத்தம் போடாதயா. என் பெங்கள் അവിടെ. உனக்கு மலையாளம் புரியாதா? என் தங்கச்சி எங்கேன்னு. மலையாளம் குறைச்ச அறியும் வர்ணகிரி. விஷமிக்கண்டா, உன் தங்கச்சி பத்திரமா இருக்கா. டே பார்த்திபா, எங்கடா போற? உன் தங்கச்சி மேல ஒரு நிழல் கூட படாம பத்திரமா நான் பாதுகாத்து வச்சிருக்கேன். உங்க அண்ணன் வர்ணகிரி என்கிட்ட ஒப்படைச்சிட்டு உன் தங்கச்சி கூட்டு போ. അവന് ഞാൻ ഒരേ തന്തയ്ക്ക് പറഞ്ഞവനാ. നീ ഒരു തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ ജയിച്ചു കാണിക്ക്. Don't try to act smart. இன்னும் ஒரு அடி எடுத்து வச்ச நீயும் உன் தங்கச்சியும் உயிரோட இருக்க மாட்டீங்க.